രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഓ ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മാനാതീത ഗുണാകരാ സുമനസാമഗ്രേസര ശ്രീപദീ ധ്യാനാവസ്ഥിതമാനസ പരിണത പ്രജ്ഞ പ്രകൃഷ്ടാശയ നാനാശാസ്ത്ര വിശാരദ പ്രണിപതർഭക്തവ്രജൈരാവൃത ജ്ഞാനാനന്ദയതീശ്വരോ വിജയതേ സൗജന്യരത്നാകര മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ ഭാഗകൃഷ്ണം പരം ഗുരും. വാഗീശാദ്യാ സുമനസാം സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാ സ്യുസ്തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീ അക്ഷമാലാം ദദാനാം ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണാം ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാന സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ജാനന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം ജന്മാദ്യസ്യ യതോന്വയാദിതരതച്ചാപ്യേഷഭിജ്ഞസ്വരാട്ടേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യസ്സൂദയാ തേജോ വാരിമുദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യതേ പ്രകൃതിഭിശ്ചൂഷുഭിത്തക്ഷണാൽ നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയൽ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹ കാതര ആജുഹാവാ പുത്രേതി തന്മയതയാതര ഭൂവിനിരുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകമധ്യാത്മദീപമതിഥിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണകുക്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈർവേദൈ സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമകാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. കോമളം പൂജയൻ വേണും ശ്യാമളോയം കുമാരകാ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതേ മഹദ്ഭിജയമാ പുരോ വിഭുർനിർമായ ചേതേതമോഷ പുരുഷ ഭുക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സ്വരം കൃഷിഷ്ട ഭഗവാൻ വജാംസി മേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹര ഹര നമ പാർവതീപതേ ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണായ നമോ നമഃ.
സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 90 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ആ ജ്ഞാനയജ്ഞത്തില് ദശമസ്കന്ധത്തില് ഉത്തരാർദ്ധം ആരംഭിച്ചു നമ്മൾ കഴിഞ്ഞ ദിവസം. ആ ഉത്തരാർദ്ധത്തില് 51ാമത്തെ അധ്യായത്തിലുള്ള സ്തുതിയാണ് ഇന്നത്തെ നമ്മുടെ അനുസ്മരിക്കുന്ന വിഷയം. കഴിഞ്ഞ ദിവസം നമ്മൾ ഭഗവാൻ ആ യവനനെ മുജുകുന്ദനെ കൊണ്ട് നിഗ്രഹിപ്പിച്ച കാര്യമാണ് അനുസ്മരിച്ചത്. ആ യവനൻ ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചതോടുകൂടെ അരണ്ട വെളിച്ചത്തില് മുജുകുന്ദനാണ് ഉറങ്ങിക്കിടക്കുന്നത്. പക്ഷേ ഭഗവാനാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആ മുജുകുന്ദനെ ചവിട്ടിന്നാണ് ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ വേണ്ടിയിട്ട്. ഉറങ്ങിക്കിടക്കുന്ന മുജുകുന്ദൻ കണ്ണു തുറന്ന് ദേഷ്യപ്പെട്ടൊന്ന് നോക്കിയതാണ്. ആ നോട്ടം കൊണ്ട് തന്നെ യവനൻ ഭസ്മമായി എന്നാണ്. ഇപ്പോഴങ്ങനെ ആ ശരിയായിട്ടുള്ള ജ്ഞാനം നമ്മൾ പ്രകാശിച്ചു കഴിഞ്ഞാല് പിന്നെ ആ അജ്ഞാനത്തിന് പിന്നെ നിലനിൽപ്പില്ല. അത് ഉടനെ ദഹിച്ചു പോവുകയാണ്. ജ്ഞാനാഗ്നി സർവകർമാണ ഭസ്മസാൽ കുരുതേനാണ്. ആ ജ്ഞാനം ശരിക്കും പ്രകാശിച്ചാൽ പിന്നെ അവിടെ മറ്റു ഭാവങ്ങളൊന്നുമില്ല. അതൊക്കെ മറ്റൊക്കെ ആ ഭസ്മമായിട്ട് തീരുന്നതാണ്. ആ ഒരു തത്വം ഇവിടെ കാണിച്ചു തരിക. അതിനുശേഷം പിന്നെ മുജുകുന്ദൻ തൻ്റെ കാര്യം ഭഗവാനോട് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് ചോദിക്കുകയാണ്. അവിടുത്തെ ദിവ്യമായിട്ടുള്ള തേജസ് കാണുമ്പോൾ അവിടെ നിന്ന് ആരാണെന്ന് എനിക്ക് സംശയം തോന്നുന്നു. ലോകപാലകന്മാർക്ക് പോലും ഇത്ര തേജസ്സൊന്നുമില്ല. അപ്പൊ അവിടെ നിന്ന് ആരാണ്? എല്ലാവരാലും നമിക്കപ്പെടേണ്ട, എല്ലാവരും ആശ്രയിക്കുന്നതായിട്ടുള്ള സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണോ അവിടുന്ന്? ശരിക്കും പറഞ്ഞാൽ അങ്ങാണ് ശരിക്കും നമസ്കരിക്കപ്പെടേണ്ടത്. അങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് ലോകത്തിലെല്ലാവരും. അപ്പൊ ലക്ഷണം കൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. അവിടുന്ന് ആരാണ്? ഒന്ന് സദയം അവിടുന്ന് അരുളി ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത്. തന്റെ കാര്യം പറഞ്ഞു കൊടുത്തു മുജുകുന്ദൻ. ചക്രവർത്തിയായിരുന്ന ആള് ദേവന്മാരെ സഹായിക്കാനായിട്ട് ദേവലോകത്ത് എത്തിയിട്ട് ആ ദേവന്മാർക്കുള്ള അസുരഭയത്തിൽ നിന്ന് അസുരന്മാരെ തോൽപ്പിച്ച് ദേവന്മാരെ ഒരുപാട് കാലം 3 യുഗക്കാലം ദേവസൈന്യാധിപത്യം ഏറ്റെടുത്തുകൊണ്ട് സ്വർഗത്തെ രക്ഷിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞു എന്നാണ്. അപ്പൊ നോക്കൂ ആ ഒരു മനുഷ്യന്റെ അവസ്ഥ. ഭൂമിയിലെ മനുഷ്യനായിട്ട് ജനിച്ച ആൾക്ക് ഇപ്പൊ ഇങ്ങനെയൊരു നില വന്നിരിക്കുന്നു. അപ്പൊ ഇന്ദ്രാദി ദേവന്മാർക്ക് പോലും കഴിയാത്ത കാര്യം ആണ് ആ മനുഷ്യജന്മത്തിന്റെ താല്പര്യം. അതാണ് ഇനി മുജുകുന്ദന്റെ സ്തുതിയിൽ നമുക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പൊ ഈ മനുഷ്യജന്മം എന്നുള്ളത് ചില്ലറ കാര്യമല്ല, അത് കാണിച്ചു തരികയാണ്. അങ്ങനെ ആ 3 യുഗക്കാലം കഴിഞ്ഞു. ഇപ്പോ സുബ്രഹ്മണ്യ സ്വാമികൾ ദേവസൈന്യാധിപനായിട്ട് മാറി. അങ്ങനെ മുജുകുന്ദന് ദേവന്മാര് വരം കൊടുത്തയക്കുകയാണ് ഭൂമിയിലേക്ക്. എവിടെയെങ്കിലും ചെന്ന് ഉറങ്ങണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന്റെ ആളുകൾ ആരും ഇല്ല, ഒക്കെ പോയിരിക്കണു. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോഴാണ് ഉറക്കക്ഷീണുണ്ട്, അതുകൊണ്ട് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണം, അതിനെന്നെ അനുഗ്രഹിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പൊ എവിടെയെങ്കിലും അങ്ങ് സുരക്ഷിതമായിട്ടുള്ള എവിടെയെങ്കിലും ചെന്ന് കിടന്നോളൂ. ആരെങ്കിലും അങ്ങയുടെ ഉറക്കത്തിന് തടസ്സം ഉണ്ടാക്കി കഴിഞ്ഞാല് അങ്ങ് ഒന്ന് കണ്ണ് തുറന്ന് ഒന്ന് ദേഷ്യപ്പെട്ട് നോക്കിക്കഴിഞ്ഞാല് ആ നോട്ടം കൊണ്ട് അയാള് ഭസ്മാവുന്നതാണ്. അപ്പൊ ഈ വരം കിട്ടിയത് കൊണ്ടാണ് ഇദ്ദേഹം ആരും ഇല്ലാത്ത വിജനമായിട്ടുള്ള ആ ഗുഹ തന്നെ തെരഞ്ഞെടുത്ത് ആരും കൊണ്ട് കയറി വരണ്ട എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ നോക്കൂ ആ യവനന്റെ ഒരു കഷ്ടകാലം. അതാണ് നമ്മളെ ഏത് തരത്തില് വിധി എങ്ങനെയാണോ നമ്മളെ, അതായത് ഈ പ്രപഞ്ചത്തില് ഓരോ തരത്തിലും നമ്മളെ ആ വേണ്ട കാര്യങ്ങളെ നമ്മുടെ, അതായത് നമുക്ക് കർമ്മഫലമായിട്ട് എന്താണോ വരാനുള്ളത് അത് നമ്മൾ എങ്ങനെ ഇരുന്നാലും ആ നിലയിലേക്ക് അല്ലെങ്കിൽ ആ സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കും വിധി. അതിനെയാണ് നമ്മൾ വിധി എന്ന് പറയുക. അപ്പൊ അവിടുന്ന് അത് അനുഭവിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. ആരെയും നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. അതാണ് നമ്മുടെ നിയോഗം. അത് നടക്കുകയാണ്, കർമ്മഫലമാണ് അതൊക്കെ എന്നാണ്. അതായത് ഇപ്പോ ആ യവനൻ ഭസ്മമായി. അപ്പോഴാണ് ഭഗവാൻ തന്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. എന്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ അനവധിയുണ്ട്.
അത് പെട്ടെന്നൊന്നും പറഞ്ഞു തീരുന്നതല്ല. എനിക്ക് തന്നെ നിശ്ചയില്ലാത്ത അവസ്ഥയാണ്. ഇന്നലെ നമ്മൾ അനുസ്മരിച്ചതാണ്. 1000 നാവുള്ള അനന്തൻ പോലും ഭഗവാന്റെ മഹാത്മ്യങ്ങള് പാടിയിട്ടും കഴിയുന്നില്ല എന്നാണ്. 2000 നാവ്, 1000 നാവല്ല, 1000 മുഖമുള്ള അനന്തൻ 2000 നാവ് കൊണ്ട് പാടിയിട്ടും ശേഷോതുനാവി സമവസ്ഥിതി നാസ്യപാരം എന്നാണ്. അപ്പൊ അങ്ങനെ പാടിയിട്ടും കഴിയാത്ത മഹാത്മ്യത്തോടു കൂടിയ ആളാണ് ഞാൻ. ഇപ്പോ ഭൂമിയുടെ ഭാരം തീർക്കാൻ ബ്രഹ്മാവ് പ്രാർത്ഥിച്ച സമയത്ത് അസുരന്മാരെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വസുദേവരുടെ പുത്രനായിട്ട് യദുകുലത്തിൽ വന്ന് ജനിച്ചതാണ്. അപ്പൊ ആളുകൾ വാസുദേവൻ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കംസൻ കൊല്ലപ്പെട്ടതും പ്രലംബാദികളെ ഒക്കെ വധിച്ചതൊക്കെ ഞാൻ തന്നെയാണ്, അല്ലെങ്കിൽ എന്റെ പ്രഭാവം കൊണ്ടാണ്. അവരൊക്കെ അവരുടെ കർമ്മഫലത്താൽ എന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ അപ്പോഴാണ് ഗർഗ മഹർഷി പറഞ്ഞ കാര്യം ഈ മുചുകുന്ദൻ ഓർത്തത് എന്നാണ്. 28ാമത്തെ ദ്വാപരയുഗത്തില് അങ്ങേക്ക് വിഷ്ണു ഭഗവാന്റെ ദർശനം കിട്ടും എന്ന് ഗർഗ മഹർഷി പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇത് അദ്ദേഹത്തിന് ഓർമ്മ വന്നു. ഗർഗവാക്യം അനുസ്മരനാണ്. അപ്പൊ ഇവിടെ സാക്ഷാൽ നാരായണൻ തന്നെയാണ് ഇപ്പൊ തന്റെ മുമ്പില് തന്നെ അനുഗ്രഹിക്കാൻ ആയിട്ട് നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ട് അങ്ങേ അനുഗ്രഹിക്കാനും അങ്ങേക്ക് വേണ്ട വരങ്ങൾ തന്ന് അങ്ങയെ സന്തോഷിപ്പിക്കാനുമായിട്ടാണ് ഞാനിപ്പോ ഈ ഗുഹയുടെ ഉള്ളിലേക്ക് വന്നത് എന്ന് നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞു. എന്നെ കണ്ട ആള് പിന്നെ ക്ലേശിക്കാൻ പാടില്ല സംസാരത്തില്. അതുകൊണ്ട് അങ്ങേക്ക് എന്താ വേണ്ടത് ചോദിച്ചോളൂ, എന്ത് വരം വേണമെങ്കിലും തരാം എന്നാണ് നേരത്തെ പറഞ്ഞത്. അപ്പൊ തന്നെ അനുഗ്രഹിക്കാനായിട്ട് വന്ന സാക്ഷാൽ ഭഗവാൻ വിഷ്ണു ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഗർഗന്റെ വാക്യം കൂടെ ഇവിടെ കൂട്ടിച്ചേർത്തു മുചുകുന്ദൻ. അതാണ് മഹാത്മാക്കളുടെ വാക്കുകൾ ഒരിക്കലും വൃഥാവിലായി തീരില്ല. ആ ഗർഗ മഹർഷി ഇങ്ങനെ അങ്ങേക്ക് ഭഗവത് ദർശനം കിട്ടും എന്ന് പറഞ്ഞ ആ വാക്കിനെ അല്ലേ, ഭഗവാൻ സത്യവ്രതനാണ്, സത്യപരനാണ്, നിത്യസത്യമാണ്. അപ്പോ ആ ഭക്തന്മാരുടെ വാക്കിനെ സത്യമാക്കി തീർക്കുന്ന ആള്. തന്റെ വാക്ക് സത്യമാകുക, ഭക്തന്മാരുടെ വാക്ക് സത്യമാകുക. അപ്പൊ എപ്പോഴും സത്യസ്വരൂപനായിട്ടുള്ള ഭഗവാൻ ആ ഗർഗരുടെ വാക്കിനെ കൂടി സത്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ ആ മുചുകുന്ദന്റെ മുമ്പിൽ ദർശനം കൊടുക്കുകയാണെന്ന് മുചുകുന്ദന് മനസ്സിലായി എന്നാണ്. അപ്പോഴാണ് അവിടെ വെച്ച് മുചുകുന്ദൻ ഭഗവാനെ വീണ് നമസ്കരിച്ച് സ്തുതിക്കാൻ തുടങ്ങി. ഇത്യുക്തസ്ഥം പ്രണമ്യാഹ മുചുകുന്ദോ മുദാന്വിതാ ജ്ഞാത്വാ നാരായണം ദേവം ഗർഗവാക്യം അനുസ്മരൻ. ആ ഗർഗ മഹർഷി പറഞ്ഞത് ഇപ്പൊ മുചുകുന്ദന് ഓർമ്മ വന്നു. അതായത് ഭഗവാൻ ഇന്ന സമയത്ത് അവതരിക്കുമെന്നും ആ ഭഗവത് ദർശനം കിട്ടും എന്നും മുചുകുന്ദനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ തന്റെ മുമ്പിൽ നിൽക്കുന്നത് ശ്രീനാരായണൻ തന്നെ എന്ന് മനസ്സിലാക്കിയിട്ട് മുചുകുന്ദൻ ഭഗവാനെ അറിഞ്ഞുകൊണ്ട് സ്തുതിക്കുകയാണ്. ആ മുചുകുന്ദന്റെ സ്തുതി എന്താ മുചുകുന്ദൻ പറയണത്? വിമോഹിതോയം ജന ഈശമായയാ ത്വദീയാത്വം ന ഭജത്യനർത്ഥധൃത് സുഖായ ദുഃഖ പ്രഭവേഷു സജ്ജതേ ഗൃഹേഷു യോഷിൽ പുരുഷശ്ച വഞ്ചിത. അവിടെ പറയാനല്ലയോ ഭഗവാനെ ഈശ എന്നാണ് വിളിക്കുന്നത്. എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ശക്തിയാണ് ഭഗവാൻ. ഭഗവാനെ ഈ ലോകത്തില് എല്ലാ ജനങ്ങളും, അത് സ്ത്രീകളാണെങ്കിലും വേണ്ടില്ല, പുരുഷന്മാരായാലും വേണ്ടില്ല, അവരൊക്കെ അവിടുത്തെ മായ കൊണ്ട് ശരിക്കും മയങ്ങിയ കൂട്ടരാണ്. എന്താ അതിന്റെ ആ ലക്ഷണം എന്നാണെങ്കിൽ അവരൊക്കെ അന്വേഷിക്കുന്നത് നിത്യസുഖം. അപ്പൊ ആ സുഖപ്രാപ്തിക്ക് വേണ്ടിയിട്ട് അവര് സുഖസ്വരൂപനായിട്ടുള്ള അങ്ങയെ ആശ്രയിക്കുന്നില്ല. എന്നിട്ടോ ദുഃഖത്തിന്റെ ഉറവിടമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിലാണ്, അല്ലെങ്കിൽ അന്ധകൂപത്തിന് സമമായിട്ടുള്ള ഈ ഗൃഹസ്ഥ ജീവിതത്തിലാണ്, സംസാര ജീവിതത്തിലാണ് അവര് സുഖം അന്വേഷിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ ലോകത്തിന്റെ അവസ്ഥ. അനിത്യം അസുഖം ലോകം എന്നാണ് ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അനിത്യങ്ങളും അസുഖം നിറഞ്ഞതുമായിട്ടുള്ള ഈ ലോകത്തിലാണ് നമ്മൾ നിത്യമാണ് എന്ന് കരുതിയിട്ട് സുഖം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ കിട്ടാനാ? ഒരു വസ്തു ഒരിടത്ത് വെച്ച് അവിടെ അന്വേഷിച്ചാലല്ലേ ആ വസ്തുവിനെ കിട്ടുക. ഇവിടെ ദുഃഖത്തിന്റെ കേന്ദ്രമായിട്ടുള്ള ഈ പ്രപഞ്ചത്തില്, ഈ സംസാരത്തില് നമ്മൾ സുഖം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പോലെ വിഡ്ഢികൾ ലോകത്തിൽ വേറെ വല്ലവരും ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്? ആ സുഖസ്വരൂപനായിട്ടുള്ള ഈശ്വരനെ ആശ്രയിക്കാൻ എന്തുകൊണ്ട് തോന്നുന്നില്ല? അതാണ് മായയുടെ ശക്തി. ആ മായ കൊണ്ട് നമ്മൾ വിചാരിക്കും ശരീരം ഞാനാണ്, ഈ ശരീരത്തോട് ബന്ധപ്പെട്ട വസ്തുക്കളൊക്കെ എന്റെയാണ്, അത് സത്യമാണ്, നിത്യമാണ് എന്ന് വിചാരിച്ച് അതിന്റെ പിന്നിൽ നമ്മൾ അതിനെ സുഖിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. നോക്കൂ ഈ ശരീരത്തിന്റെ അവസ്ഥ. ഇതൊരിക്കലും പെർഫെക്റ്റ് ആവാത്തൊരു വസ്തുവാണ്. ചിന്തിച്ചു നോക്കൂ ഈ ശരീരത്തെ കുറിച്ച്. നിങ്ങൾ
ഒരിക്കലും അത് നമ്മൾ പറഞ്ഞതുപോലെയൊന്നും അല്ല കേൾക്കുക. അത് ശരിക്ക് അനിത്യം. അതിനെ നമ്മൾ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിച്ചാൽ എങ്ങനെ പെർഫെക്റ്റ് ആകും? കാരണം എല്ലാ രോഗങ്ങളുടെയും രോഗമന്ദിരമാതുരം എന്നാണ് അല്ലേ? എല്ലാ രോഗങ്ങളുടെയും കേന്ദ്രമാണ് ഈ ശരീരം. അപ്പൊ അവിടെ നമുക്ക് എങ്ങനെ സുഖം കിട്ടും? അപ്പൊ ആ ശരീരത്തിലല്ലല്ലോ നമ്മൾ സുഖം അന്വേഷിക്കേണ്ടത്. അപ്പോ സുഖപ്രാപ്തിയാണ് എല്ലാവരുടെയും ജീവിത ലക്ഷ്യം. അപ്പൊ സുഖം അന്വേഷിക്കുന്ന ഓരോ ആളുകളും സുഖസ്വരൂപനായിട്ടുള്ള അങ്ങയെ ആശ്രയിക്കുന്നില്ല. ഇവിടെ ഈ സംസാരത്തില് ദുഃഖത്തിന്റെ ഉറവിടമായിട്ട് അന്ധകൂപം, ആ ഗൃഹസ്ഥാശ്രമത്തെ അങ്ങനെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അന്ധകൂപം എന്നാണ്, ഒരു പൊട്ടക്കിണർ പോലെ എന്നാണ്. വെറും മൃഗപ്രായന്മാരായിട്ട് വീണ് കിടക്കുകയാണ് അവിടെ എന്നാണ് നമ്മുടെയൊക്കെ അവസ്ഥ. സുഖത്തിന് വേണ്ടിയിട്ട് നിത്യ ദുഃഖത്തെ തരുന്ന ഈ പ്രപഞ്ചത്തില് അല്ലെങ്കിൽ സംസാരത്തിൽ വന്നുപെട്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ സുഖം അന്വേഷിക്കുന്നത്. ഒരിക്കലും നമുക്ക് ഇവിടെ സുഖം കിട്ടാൻ പോണില്ല. കാരണം ഇവിടെ നമ്മളെ ശരിക്കും ഇന്നത്തെ കാലത്ത് ഈ ലോട്ടറി ഒക്കെ വെക്കാൻ വരും, അവരെന്താ പറയുക? നാളെ 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 എന്നാ പറയുക. ഇതുപോലെ നമ്മുടെ, അതായത് നമുക്കും പറ്റുന്ന അബദ്ധം എന്നാണ്. ഇന്ന് നമ്മൾ ഇവിടെ വന്ന് ഇവിടെ നിന്ന് ധാരാളം കർമ്മങ്ങൾ ചെയ്തു. ഇന്നും നമുക്ക് സുഖം കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ നാളെയും കർമ്മം ചെയ്ത സുഖം കിട്ടില്ല എന്ന് നമുക്ക് തോന്നില്ലേ? പക്ഷെ വേറൊരു കുഴപ്പമുണ്ട്. എന്താ? നാളെ കിട്ടും നാളെ കിട്ടും എന്ന് നമ്മളെ മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ഈ സംസാരത്തിന്റെ അവസ്ഥ. കിട്ടാൻ പോണ വസ്തു അല്ല അത്. കാരണം അവിടെ അതില്ല. പിന്നെ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ മായയുടെ സ്വഭാവം ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നിപ്പിക്കൽ മാത്രമാണ്. അപ്പൊ പിന്നെ അവിടെ എങ്ങനെയാണ് ആ സത്യമായിട്ടുള്ള കാര്യം ഉണ്ടാവുക, അല്ലെങ്കിൽ ആ സുഖം ഉണ്ടാവുക? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണില്ലാണ്. അപ്പൊ ഈ ഭഗവാനെ ആശ്രയിക്കാതെ ഒരിക്കലും നമുക്ക് ശാശ്വതമായിട്ടുള്ള സുഖം കിട്ടില്ല. പക്ഷെ ഈ മായ നമ്മളെ ഭഗവാനെ ആശ്രയിക്കാൻ വിടൂല്ല എന്നാണ്. നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ്. അതായത് ലക്ഷ്മണനും സീതാദേവിയും അതുപോലെ ശ്രീരാമനും കൂടെ കാട്ടിലേക്ക് പോകുമ്പോ അവിടെ ആ മുമ്പില് ശ്രീരാമൻ, നടുവില് സീത, പിന്നില് ലക്ഷ്മണൻ. അത് വാൽമീകി രാമായണത്തിലും എഴുത്തച്ഛന്റെ രാമായണത്തിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെ ലക്ഷ്മണനാണ് വെച്ചാൽ എപ്പോഴും ജ്യേഷ്ഠനെ പിരിയാൻ വയ്യ എന്ന് പറഞ്ഞിട്ടാണ് കാട്ടിലേക്ക് പുറപ്പെട്ടത് തന്നെ. പക്ഷെ നടുവിൽ ഈ സീത വന്നതുകൊണ്ട് മുമ്പിൽ നടക്കുന്ന രാമനെ ഈ ലക്ഷ്മണനെ കാണാൻ വയ്യ. ഈ സീത വന്ന് മറിയുകയാണ് ലക്ഷ്മണനെ. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. നമ്മള് സുഖത്തെ അന്വേഷിക്കുന്ന സമയത്ത് സുഖത്തെ തരുന്ന ആള് മുമ്പിലുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ നമ്മളെ അതിനെ കാണാനോ അനുഭവിക്കാനോ ആ സുഖത്തെ അനുഭവിക്കാനോ നമുക്ക് പറ്റുന്നില്ല. കാരണം ഈ മായ നടുവിലായതുകൊണ്ട്. ഇതുപോലെയാണ് നമ്മള്, അതായത് ഈ പ്രപഞ്ചത്തില് നമുക്ക് പറ്റുന്ന ഭാവമാണ്. നമ്മളെ സുഖം കിട്ടും 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 വന്ന് ഈ സംസാരം നമ്മളെ വെറുതെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും അതിന്ന് സുഖം കിട്ടാൻ പോണില്ല. ഭഗവാനെ ആശ്രയിക്കാതെ നമുക്ക് ഒരിക്കലും ആ ആനന്ദം അനുഭവിക്കാൻ പറ്റില്ല. അപ്പൊ ശരിക്ക് അന്ധകൂപത്തിന് സമമാണ് ഇത്. അപ്പൊ അവിടെ അതിൽ സുഖം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വന്ന് പെട്ട് ശരിക്കും മൃഗപ്രായന്മാര്, ഈ മൃഗങ്ങൾക്ക് വിവേചന ശക്തിയൊന്നും വിശേഷ ബുദ്ധിയൊന്നുമില്ല. അപ്പൊ അതുപോലെ ശരിക്കും വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ മൃഗസമാനമായിട്ട് അധപ്പതിക്കുകയാണ്. അതന്നെയല്ലേ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൃഗങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്ന നീച കൃത്യങ്ങൾ ചെയ്യാൻ മനുഷ്യന് യാതൊരു മടിയില്ല. അപ്പൊ മൃഗത്തെക്കാളും കഷ്ടമല്ലേ മനുഷ്യന്റെ ജീവിതം? അപ്പൊ എന്താ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്? ഈ മനുഷ്യജന്മം എന്ന് വെച്ചാല് ലബ്ധ്വാജനോ ദുർലഭമത്ര മാനുഷം കഥഞ്ചിതവ്യംഗമയത്നതോനഘ പാരാരവിന്ദന്ന ഭജത്യ സന്മതിർ വിധാന്തകൂപേ പതിതോ യഥാ പശു. ഈ മനുഷ്യജന്മം എന്നുള്ളത് വളരെ ദുർലഭമായിട്ട് മാത്രം കിട്ടുന്നതാണ് അല്ലെ? അപ്പൊ ഒരുപാട് ജന്മങ്ങൾ എടുത്തിട്ടാണ് പിന്നീട് നമുക്കൊരു മനുഷ്യജന്മം കിട്ടുന്നത്. ആ കിട്ടിയ മനുഷ്യജന്മത്തിന്റെ പ്രത്യേകത എന്താണ്? അത് എപ്പോഴാണ് നഷ്ടപ്പെടുക എന്നും അറിയില്ല. ഒരു ഗ്യാരണ്ടി ഇല്ലാത്തതാ. അപ്പൊ അങ്ങനെ ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷം കിട്ടിയതായിട്ടുള്ള ഈ മനുഷ്യജന്മം
അതോ ശരിക്ക് വലിയ കേടൊന്നും കൂടാതെ ഉള്ള മനുഷ്യജന്മത്തിലെ അംഗഭംഗങ്ങളൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യ ശരീരം കിട്ടുന്നത് ഒരുപാട് ശരീരങ്ങൾ കിട്ടിയതിന് ശേഷമാണ്. എന്നിട്ടും ആ കിട്ടിയ ശരീരത്തിന്റെ അല്ലെങ്കിൽ ആ ജന്മത്തിന്റെ ലക്ഷ്യം എന്താണ്? ആ ആനന്ദ സ്വരൂപനായിട്ടുള്ള നിത്യാനന്ദത്തിന്റെ ഉറവിടമായിട്ടുള്ള ആ സുഖസ്വരൂപനായിട്ടുള്ള ഭഗവാനെ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. ഈ ലോകത്തിലെ വിഷയങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിഷയങ്ങളെ അനുഭവിച്ച് തൊലച്ചു കളയാൻ വേണ്ടിയിട്ടുള്ളതല്ല അത്. ഈ ലോകത്തിലെ വിഷയങ്ങളുടെ സ്വഭാവം എന്താണ്? ഋഷഭദേവൻ പറയുന്നുണ്ട് ആ മക്കൾക്ക് ഉപദേശം കൊടുക്കുന്ന സമയത്ത് പഞ്ചമസ്കന്ധത്തില്, മക്കളെ ഈ മനുഷ്യജന്മം നരകത്തിൽ പോലും സുലഭമായിട്ട് ലഭിക്കുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന 5 വിഷയങ്ങളെ അനുഭവിച്ച് തുരച്ചു കളയാനുള്ളതല്ല. പിന്നെ എന്തിനാണ്? ഈ മനുഷ്യജന്മം കൊണ്ട് മാത്രമേ നമ്മുടെ ഉള്ളില് ആ നാമായിട്ട് വിളങ്ങുന്ന, സത്യമായിട്ട് വിളങ്ങുന്ന ആ ആത്മാവിനെ അറിയാൻ പറ്റുള്ളൂ. ഈ ആത്മാവിനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യജന്മം. അതിനെ അറിയാൻ ശ്രമിക്കണം നമ്മൾ. അതാണ് തപോ ദിവ്യം പുത്രക, പുത്രന്മാരെ എന്ന് വിളിച്ച് തപസ്സിനുള്ളതാണെന്ന് പറഞ്ഞത്. ഇന്ദ്രിയ മനോബുദ്ധികളെ അന്തർമുഖമാക്കി തീർത്ത്, അതാണ് തപസ്. ഇന്ദ്രിയ മനോബുദ്ധികളെ അന്തർമുഖമാക്കി ഉള്ളിലുള്ള ആത്മാവിനെ അറിയല്, ആത്മാനന്ദത്തെ അനുഭവിക്കല്, അതിനാണ് മനുഷ്യജന്മം. അപ്പൊ അങ്ങനെ ആ ഭഗവാനെ ഭജിക്കാനായിട്ട് അല്ലെങ്കിൽ ഭഗവാനെ അറിയാനായിട്ട് കിട്ടിയ മനുഷ്യജന്മത്തെ വെറും ഭൗതിക ജീവിതം നയിച്ചുകൊണ്ട് ശാരീരിക സുഖങ്ങളിൽ മുഴുകിക്കൊണ്ട് നമ്മൾ ജന്മത്തെ പാഴാക്കി കളയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ കിട്ടിയ ജന്മത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾക്ക് ആദ്യം മനസ്സിലാവണം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. അവിടേക്ക് എത്താനുള്ള ഒരു ഉപാധിയാണ് ഈ മനുഷ്യജന്മം. എവിടെ എത്താൻ? ഈശ്വരനിലെത്താൻ. അപ്പൊ അങ്ങനെ ആ ഈശ്വരപ്രാപ്തിക്ക് മാത്രമായിട്ട് കിട്ടിയതായിട്ട് മനുഷ്യജന്മത്തെ വെറും ഭൗതിക സുഖങ്ങളെ, ഭൗതിക ജീവിതം നയിച്ച് ഈ വിഷയങ്ങളുടെ പിന്നാലെ ഓടി ശാരീരിക സുഖങ്ങളിൽ മുഴുകി അതിനെ ആ ജന്മത്തെ നമ്മൾ പാഴാക്കി, ലക്ഷ്യത്തെ മറന്ന് ആ ജന്മത്തെ പാഴാക്കി കളയുകയാണ്. ഇവിടെ പറയുന്നു മമൈഷകാലോചിത നിഷ്ഫലോകതോ രാജ്യശ്രീയോ രാജ്യശ്രീയോ നന്ദമതസ്യ ഭൂപതേ മർത്യാത്മബുദ്ധേ സുതധാര കോശഭൂഷാ സജ്ജമാനസ്യ ദുരന്ത ചിന്തയാ. ആർക്കും ജയിക്കാൻ കഴിയാത്തവൻ അജിത എന്നാണ് ഭഗവാനെ വിളിക്കുന്നത്. രാജൈശ്വര്യത്തിൽ അഹങ്കരിച്ച് രാജാവാണ് എന്ന് അഭിമാനിച്ച്, ഇപ്പൊ എന്റെ കാര്യം തന്നെ അങ്ങനെയല്ലേ? രാജൈശ്വര്യത്തിൽ അഹങ്കരിച്ചവനും രാജാവാണ് എന്ന് അഭിമാനിച്ചവനും ഭാര്യ, പുത്രന്മാര്, വീട്, സമ്പത്ത്, ഇതിലൊക്കെ ആസക്തനൊക്കെ ആയിട്ട് അതിനെ തന്നെ ചിന്തിച്ചുകൊണ്ട് എനിക്ക് ജീവിതത്തില് ഇത്രയും കാലം വെറുതെ നഷ്ടപ്പെട്ടു എന്ന് പറയുക. ആണത് നമുക്ക് കുറച്ച് കഴിഞ്ഞാലേ കാര്യം മനസ്സിലാവുള്ളൂ. എത്രയോ ആളുകൾ പറയും ഞാൻ ഇത്രയും കാലം വെറുതെ പാഴാക്കി കളഞ്ഞു. എന്താ അത്? അപ്പൊ ഇത്രയും കാലം നമ്മൾ പ്രവർത്തിച്ചതിനൊന്നും യഥാർത്ഥ ഫലം തരാനുള്ള കഴിവില്ല എന്ന് മനസ്സിലായി. അവസാനമെങ്കിലും അത് ഓർമ്മ വന്നാൽ മതിയായിരുന്നു. പക്ഷെ അപ്പോഴും നമുക്ക് ഓർമ്മ വരില്ല. അപ്പൊ ഇത്രയും കാലം വെറുതെ ഗുരുനാഥൻ പറയും ഈ ഷഷ്ടിപൂർത്തിയൊക്കെ വന്നാൽ എന്താ ചെയ്യേണ്ടത് എന്നാണ്. എന്താ ചെയ്യേണ്ടത്? ഉണക്കു, അതായത് ഭദ്രദീപം കത്തിച്ച് വെച്ച് അതിന്റെ മുമ്പിൽ ഇരുന്ന് കരയുക. എന്തിനാ? ഇത്രയും കാലത്തെ എന്റെ ജീവിതം, നല്ല കാലത്തെ ഒക്കെ മുഴുവൻ ഞാൻ പാഴാക്കി കളഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ദുഃഖിക്കണം എന്നാണ് പറയുക. അത് നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയാണ്. ഇവിടെ ശരിക്കും ഇല്ലാത്തതായിട്ടുള്ള നശിക്കുന്ന ശരീരത്തില് ആത്മഭാവത്തെ വെച്ച് പുലർത്തി പുത്രൻ, ഭാര്യ, ധനം, അതുപോലെ തന്നെ ഭൂമി, ഇതിനെയൊക്കെ കുറിച്ച് ചിന്തയാ. എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അതിനു വേണ്ടിയിട്ട് കർമ്മം ചെയ്യുക. വലിയ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ ഉള്ളില്. ഈ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്തൊക്കെ മനസ്സില് ടെൻഷനോട് ടെൻഷനാണ്. അങ്ങനെ എപ്പോഴും ആ ചിന്തയോടുകൂടി അത്യന്തം തന്നെ ബന്ധിച്ചിരിക്കുന്ന ഈ വസ്തുക്കളിൽ ഇത്രയും കാലം ആ മനസ്സ് അതിലൊക്കെ ബന്ധിക്കപ്പെട്ടിട്ട് ഭഗവാനെ ഓർക്കാൻ കഴിയാതെ നിഷ്ഫലമാക്കി തീർത്തൂലോ ഭഗവാനെ ഞാൻ എന്നാണ്. ഈ ശരീരത്തിന്റെ അവസ്ഥ എന്താ? കളേപരേസ്മിൻ ഘടഗുഢ്യ സന്നിഭേ നിരൂഢമാനോ നരദേവ ഇത്യഹം ഹൃദോരദേവാശുർ പരാത്തിനീകവൈഘാം പര്യടൻ സ്വാഗണയൻ സുഗുമത. അതായത് ഒരു പച്ചക്കുടം, ഈ പച്ചക്കുടത്തിന്റെ കുഴപ്പം എന്താ? അതിൽ വെള്ളം നിറച്ച് വെച്ചാൽ അത് പോടതറിയില്ല, പക്ഷെ വെള്ളം ഇങ്ങനെ ലീക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, പോയിക്കൊണ്ടേയിരിക്കുന്ന. ഇതുപോലെ മനുഷ്യ ശരീരവും. അത് ആയുസ് ഇങ്ങനെ അല്ലേ? ആയുസ് മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ രാമായണത്തിൽ പറയുന്നില്ലേ? ഇതുപോലെ ആയുസ് പോണതറിഞ്ഞ് പച്ച കുടത്തിനോടോ ഒരു ചുമരിനോടോ ആ ഉപമിക്കാൻ പറ്റുന്നതാണ്. ആ കുടം പോലെയോ ചുമര് പോലെയാണ് ജഡമായിട്ടുള്ള ഈ ശരീരം.
അതിലാണ് അഭിമാനം. ഞാൻ രാജാവാണ് എന്നുള്ള അഭിമാനത്തോട് കൂടിയിട്ട് ആന, കുതിര, തേര്, കാലാള് തുടങ്ങിയ ചതുരംഗ സേനയാല് ചുറ്റപ്പെട്ടവനായിട്ട് അങ്ങയെ സ്മരിക്കുക പോലും ചെയ്യാതെ വളരെ കാലം സഞ്ചരിച്ചു ഞാൻ എന്നാണ് അല്ലെ. ഇപ്പോ ഭഗവാനെ സ്മരിക്കാനായിട്ട് കിട്ടിയ ഈ മനുഷ്യ ശരീരത്തിലാണ്, അതും ജഡമായിട്ടുള്ള ശരീര, ഭഗവാൻ ഭാവം ഉള്ളിലുള്ളത് കൊണ്ടാണ് നമുക്ക് അതൊക്കെ സത്യമായിട്ട് തോന്നുന്നത്. അപ്പൊ അതിന് ആ ഭഗവാനെ ഓർക്കാൻ വേണ്ടിയിട്ട് കിട്ടിയതാ. അതിനെ ഓർക്കാതെ ഇതിൽ അഭിമാനിച്ചിട്ട് ഇത് നിത്യമാണ്, സത്യമാണ് എന്നും പറഞ്ഞ് അതിനെ പോഷിപ്പിച്ചുകൊണ്ടാണ് ഞാൻ വലിയ കേവനാണ് എന്നുള്ള ഭാവത്തില് ശരിക്കും ഭഗവാനെ സ്മരിക്കുക പോലും ചെയ്യാണ്ട് വളരെ കാലം സഞ്ചരിച്ചത്. എന്താ ഇവിടുത്തെ കുഴപ്പം? അതായത് ഈ മനുഷ്യ ശരീരം കൊണ്ട് ഒരിക്കലും ഈ കർത്തവ്യങ്ങള് അതായത് ഒക്കെ കഴിഞ്ഞ് പൂർത്തിയായി എന്ന് വിചാരിച്ചിട്ട് ഇരിക്കാൻ പറ്റില്ല എന്നാണ് അല്ലേ? പറ്റുമോ? കാരണം ഇവിടെ ശരിക്കും എന്താ ഈ അഭിമാനമാണ് അല്ലെ. ഈ ശരീരത്തിൽ ഞാനെന്ന അഭിമാനം വന്നതോട് കൂടിയിട്ട് പിന്നെ ആ ശരീരത്തിൽ ഞാനെന്നും എന്റേത് എന്നുള്ള അഭിമാനം കൊണ്ടാണ് നമ്മള് ആ സംസാരത്തിൽ ഇങ്ങനെ കിടന്ന് ആ അഹങ്കാരം കൊണ്ട് പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത്, പല കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഞാൻ വലിയ കേമനാണ്. വാസ്തവത്തിൽ തനിക്ക് എന്ത് കേമത്താ ഉള്ളത്? എല്ലാ കേമത്വത്തിലുള്ള ആളാണ് നമ്മുടെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്നത്. അതിനെ മറന്നിട്ട് ഈ ശരീരത്തെയാണ് നമ്മൾ ആത്മഭാവത്തിൽ തെറ്റിദ്ധരിക്കുന്നത്. വാസ്തവത്തിൽ ശരീരം ഈ വെറും ജഡം മാത്രം, ചുമര് പോലെ, മൺചുമര് പോലെ എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഒരു കുടത്തിന് സമാനമായിട്ടുള്ളതാണെന്ന് പറഞ്ഞല്ലോ, അതുപോലെയാ. അപ്പൊ അതിനെ മനസ്സിലാക്കാതെയാണ് ഇപ്പോ അങ്ങയെ ആശ്രയിക്കാതെ ഇങ്ങനെ വാസ്തവത്തിൽ ഈ ശരീരം കിട്ടിയിരിക്കുന്നത് ഇതിന്റെ ഉള്ളിൽ ആത്മാവായിട്ട് വിളങ്ങുന്ന ഭഗവാനെ അറിയാൻ. അതിനെ മറന്നിട്ട് ഇതിനെയാണ് ശരിയാണ്, സത്യമാണെന്നും പറഞ്ഞ് അനൃതവും ദുഃഖസ്വരൂപവുമായിട്ട് ഈ ശരീരത്തെ, അനൃത ജഡ ദുഃഖം എന്നാണ് ശാസ്ത്രം പറയുക. അപ്പൊ ഈ അനൃത ജഡ ദുഃഖസ്വരൂപമായിട്ട് ഈ ശരീരമാണ് നിത്യമാണ്, സത്യമാണ്, അതുപോലെ തന്നെ നിത്യമാണ് എന്നും പറഞ്ഞ് അതിനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ ഓരോ കർത്തവ്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുടെ അവസ്ഥ എന്താ? പ്രമത്തമുച്ചൈതി കൃത്യചിന്തയാ പ്രവൃത്തലോഭം വിഷയേഷു ലാലസം ത്വമപ്രമത്ത സഹസാഭിപദ്യസേഷു പറയ. ഈ ഗൃഹസ്ഥാശ്രമത്തിന്റെ സ്വഭാവം എന്താ അറിയോ? ഒരിക്കലും കർത്തവ്യങ്ങൾ അവസാനിച്ചെന്നും പറഞ്ഞ് നമുക്ക് ഇരിക്കാനേ പറ്റില്ല. ചിന്തിച്ചു അവിടെ ആ കർത്തവ്യം അവസാനിച്ചിട്ട് കൂടിക്കൂടില്ലേ കർമ്മങ്ങള് അപ്പൊ തോന്നും അതെ പടിഞ്ഞാറ് ഭാഗം കൂടി ചെയ്താലേ നേരെയാവുള്ളൂ, എന്നാലേ ഇപ്പൊ ഇതിന് സൂട്ടാകുള്ളൂ. അത് പിന്നെ അവിടെ ചെയ്യും. അവിടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞൊന്നും വന്നിരിക്കാൻ പറ്റൂ ഇല്ല. അപ്പൊ വേറെ എന്തെങ്കിലും അങ്ങനെ ഗൃഹസ്ഥാശ്രമത്തില് ഈ കർമ്മങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഈ കർമ്മം ചെയ്യുന്തോറും കുഴപ്പം എന്താണ്? മനസ്സിന് സുഖമോ സമാധാനമോ ലേശം പോലും കിട്ടൂല്ല എന്നാണ്. അപ്പൊ പല ലോഭചിന്തയും മറ്റു ഭാവങ്ങളും ഒക്കെ വരും. തനിക്ക് വിഷയസുഖങ്ങളില് ശരിക്കും ഭ്രമിച്ചിട്ടാണ് നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത്. എന്ത് അത് കിട്ടിയ സുഖാവും, ഇത് കൂട്ടിയ സുഖാവും എന്ന് പറഞ്ഞ് ആഗ്രഹങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുക. ഈ ആഗ്രഹങ്ങൾ അവസാനിക്കില്ല. ഈ പൊതുവെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ ആഗ്രഹജീവിയാണെന്നാ പറയുക. ഈ ആഗ്രഹങ്ങൾ അവസാനിക്കാതെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഈ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കർമ്മം ചെയ്ത് ആ കർമ്മത്തിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ആ കർമ്മത്തിന്റെ പിന്നാലെ ഓടി ആ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ അവസ്ഥ എന്താ? വിശപ്പ് കൊണ്ട് ഈ നാവ് നീട്ടി, അതായത് ഈ വിശന്ന് വലഞ്ഞ ഒരു പാമ്പ് എലിയുടെ മാളത്തിൽ കയറിയിട്ട് ആ എലിയെ എങ്ങനെയാണോ പിടിക്കുന്നത് അതുപോലെ ആ ഭഗവാനെ അവിടുന്ന് അതായത് പിടികൂടുന്നു. എന്താ അതിന്റെ അർത്ഥം? ശരിക്കും മരിക്കണു അല്ലേ? യുദ്ധം ഓരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ. ഇതാണ് അവസ്ഥ എന്നാണ്. അപ്പൊ ഇങ്ങനെ ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ കൂടി നോക്കി നടന്ന് അതിന്റെ പിന്നാലെ ഓരോ കർമ്മങ്ങളൊക്കെ ചെയ്ത് തനിക്ക് സുഖാവും, ഇത് ചെയ്താൽ സുഖാവും, അത് ചെയ്താൽ സുഖാവും എന്നും പറഞ്ഞ് ഇങ്ങനെ വിഷയങ്ങളുടെ പിന്നാലെ പോണ ആളുടെ അവസ്ഥ അവസാനം ഭഗവാന്റെ കുടിയിൽ പെടുക, അല്ലെ മരണത്തിന് കീഴടങ്ങുന്ന വൃത്തിയുള്ളൂ. ഇന്ന് അത് ആ ഒരു ഭാവത്തിലാണ് മനുഷ്യന്റെയൊക്കെ അവസ്ഥ. അപ്പൊ ഒരു സർപ്പം എലിയെ വിഴുങ്ങണത് പോലെ അന്ധകനായിട്ടുള്ള നെന്തിരുപടി ജാഗ്രതയോടുകൂടെ ആ ജീവന്മാരെ പിടിച്ച് സംഹരിക്കണമെന്ന് പറയുകയാണ്. പുരാ രഥൈർഹേമ പരിഷ്കൃതൈചരൻ മതങ്കയേർവാ നരദേവസം ഇതാ സ ഏവകാലേന ദുരത്യയേനതേ കളേപരോ കൃമി ഭസ്മസം ഇതാം. ഇപ്പോ ഈ ശരീരത്തിൽ അഭിമാനം വന്ന രാജാവാണ്. ആ ഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെ അതായത് രാജാവിൻ്റെതായിട്ടുള്ള വേഷവിധാനങ്ങള്, അതുപോലെ
അലങ്കരിക്കപ്പെട്ട സ്വർണ്ണ രഥങ്ങള് മതയാനകള് ഇതിനോടുകൂടി സഞ്ചരിക്കുകയാണ് അല്ലെ. ഞാൻ രാജശ്രേഷ്ഠനാണ് എന്നുള്ള ഭാവത്തിലാണ്. സ്വർണ്ണ സിംഹാസനത്തിൽ ഇരിക്കുന്നു. സാമന്ത രാജാക്കന്മാര് കപ്പം തന്ന് ശരിക്ക് വന്ദിക്കുന്നു. കാണുന്നവർക്കൊക്കെ തോന്നും ചക്രവർത്തി എന്താ സ്റ്റാറ്റസ് അല്ലെ, ആ ചക്രവർത്തിക്ക് നല്ല സുഖാണ്, അദ്ദേഹം തികച്ചും ഭാഗ്യവാനാണ് എന്നൊക്കെയാണ് കാണുന്ന ആളുകൾ വിചാരിക്കുക. ഇങ്ങനെയുള്ള ആ ഭൗതികമായിട്ടുള്ള ഭോഗഭാവങ്ങളൊക്കെ കാണുന്ന സമയത്ത്. പക്ഷേ ഇത്ര കേമനാണ് സാമന്ത രാജാക്കന്മാരൊക്കെ കപ്പം നിന്ന് വന്ദിക്കുന്നതായിട്ട് രാജാവ് അല്ലെങ്കിൽ ചക്രവർത്തി അന്തഃപുരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ശരിക്ക് അവിടെയുള്ള രാജ്ഞിമാരുടെ വെറും കളി കൊരങ്ങനായിട്ടാണ് മാറുന്നത് അല്ലെ. കളിക്കാനുള്ള അവര് കളിപ്പിക്കുന്നതിനനുസരിച്ച് കളിക്കാനുള്ള സ്വാതന്ത്ര്യമേ ഉള്ളൂ. അതാണ് സ്ത്രീയിലുള്ള ആസക്തി കൊണ്ട് അവർക്ക് അടിമപ്പെട്ട് ജീവിക്കേണ്ടി വരികയാണ് അല്ലേ. അപ്പൊ സ്വാതന്ത്ര്യം ഇല്ലാത്തവന് എങ്ങനെയാ സുഖം ഉണ്ടാവുക? മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടില്ല ജീവിക്കുന്നത്, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാ. നമുക്കൊരു സ്വാതന്ത്ര്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്ക് ഒരിക്കലും സുഖം കിട്ടാൻ വഴിയില്ല. അപ്പൊ അത്രയും ഈ ആസക്തി വന്നു കഴിഞ്ഞാൽ, ആ സ്ത്രീകൾക്ക് പുരുഷനിലും സ്ത്രീയിലും ഒക്കെ ഇങ്ങനെ വല്ലാണ്ട് ആസക്തി വന്നു കഴിഞ്ഞാൽ അവസാനം ജീവിതം ക്ലേശഭൂയിഷ്ടമായിട്ടാണ് തീരുക. അയാൾക്ക് ഒരിക്കലും സുഖം കിട്ടില്ല എന്ന് പറയുകയാണ്. പിന്നെ നിർജിത്യ നിച്ചക്രം അഭൂത വിഗ്രഹോ വരാസനസ്ഥ സമരാജവന്തിത ഗൃഹേഷു മൈതുന്യ സുഖേഷു യോഷിതാം ക്രീഡാമൃഗപൂരുഷ ഈശനീയതേ. അതായത് ഇവിടെ നേരത്തെ പറഞ്ഞു ഈ കേവനാണ് അലങ്കരിക്കപ്പെട്ട സ്വർണ്ണരഥങ്ങള് മതയാനകള് അതിനെയൊക്കെ ഇതിന്റെ അകമ്പടിയോട് കൂടിയിട്ട് ചക്രവർത്തി എന്ന പേര് ചക്രവർത്തി എന്ന് അഭിമാനിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ ശരീരം ആ കാലപ്രഭാവം കൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അതായത് ശരിക്ക് പറഞ്ഞാല് പിന്നെ എന്താ കൃമിയായിട്ടോ മലമായിട്ടോ ഭസ്മമായിട്ടോ ആയിട്ടാണ് തീരുക എന്ന് പറയുകയാണ്. ഇങ്ങനെയാണ് ഇപ്പോ ഈ നമ്മൾ അഭിമാനിക്കുന്ന ഈ ശരീരത്തിന്റെ അവസ്ഥ. ഒരു വല്ല മരിച്ചു കഴിഞ്ഞാല് വല്ല ജന്തുക്കളെ ഭക്ഷിച്ചു കഴിഞ്ഞാല് കാഷ്ടമായിട്ട് മാറും. അല്ല 4 കൊള്ളി വിറകിന്റെ മീതെ വെച്ച് കഴിഞ്ഞാലോ അത് ആ ഭസ്മമായിട്ടാണ് മാറുക. അല്ല കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കൃമിയായിട്ട് തീരും. അപ്പൊ അത്രയും നികൃഷ്ടമാണ്, അല്ല അത്രയും തുച്ഛമാണ് ഈ ശരീരത്തിന്റെ അവസ്ഥ. അപ്പോ അത് നമ്മൾ മനസ്സിലാക്കണില്ല. ഇപ്പൊ സ്ത്രീകളോടുള്ള ആസക്തി കൊണ്ട് അതായത് മറ്റുള്ളവരോടുള്ള ആസക്തി കൊണ്ട് അവർക്ക് അടിമപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ വേറെ ചില ആളുകളുണ്ട്, എന്താ ശാരീരിക സുഖങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് തപസ്സും ദാനാദി കർമ്മങ്ങളൊക്കെ ചെയ്യും. അതൊന്നും വിരക്തി കൊണ്ടൊന്നും അല്ല കേട്ടോ. പിന്നെ എന്തിനാ? അതായത് സ്വർഗത്തിൽ ചെന്നിട്ട് ഇവിടത്തെക്കാളും കൂടുതൽ ശാരീരിക സുഖങ്ങൾ കിട്ടും അവിടെ. അപ്പൊ സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ആശ കൊണ്ടാണ് അല്ലെ. ഈ ആഗ്രഹമുള്ള കാലത്തോളം നമുക്ക് ഒരിക്കലും സുഖം കിട്ടാൻ പോണില്ല അല്ലെ. അതായത് ഈ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കുന്നതോറും നമ്മൾ കർമ്മങ്ങൾ ധാരാളം ചെയ്യും. കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖം മാത്രമേ കിട്ടുള്ളൂ. അതല്ല കർമ്മത്തിന്റെയും സ്വഭാവം ദുഃഖം മാത്രമാണ്. നമുക്ക് നമ്മുടെ ജീവിതം തന്നെ പരിശോധിച്ച് നമുക്ക് മനസ്സിലാവുന്നതുമാണ് അല്ലെ. ഒരിക്കലും ആഗ്രഹമുള്ളിടത്തോളം കാലം സുഖം കിട്ടാൻ പോണില്ല. സംസാരത്തില് ചുറ്റിത്തിരിഞ്ഞു കൊണ്ട് ഇരിക്കുന്ന ഈ ജീവൻ അതിൽ നിന്ന്, അതായത് എപ്പോഴാണോ ഈ ജീവൻ ഒരു പാകത വരുന്നത്, ഇവിടെയൊക്കെ ധാരാളം കർമ്മങ്ങളൊക്കെ ചെയ്ത് ആ ദുഃഖത്തിന്റെ മീതെ ദുഃഖം, ദുഃഖത്തിന്റെ മീതെ ദുഃഖം, അങ്ങനെ കുറച്ച് കഴിയുമ്പോ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നും, അയ്യോ ഇത്രയൊക്കെ കാലം ഞാൻ പ്രവർത്തിച്ചിട്ടും ഞാൻ ഉദ്ദേശിച്ചതായിട്ട് സമാധാനമോ ശാന്തിയോ എനിക്ക് കിട്ടിയില്ലല്ലോ, കഷ്ടമായി പോയി, ഇനിയിപ്പോ എവിടെന്നാ കിട്ടുക? അങ്ങനെ ഇതിലോടൊക്കെ ഒരു വിരക്തി, ഈ ഭൗതിക ഭാവങ്ങളില് ചെറുതായിട്ടൊക്കെ ഒരു വിരക്തി വരുന്ന സമയത്ത് ഇപ്പൊ എന്താ, ആ സമയത്ത് ഭഗവത് അനുഗ്രഹം ഉണ്ടാവും. അപ്പോഴോ എന്താ ചെയ്യാ? അതായത് ഇവിടെ പറഞ്ഞില്ലേ, കരോതി കർമാണി തപസ്സു നിഷ്ഠിത നിവൃത്തഭോഗ തദപേക്ഷയാതൽ. ഈ തപസ്സും ദാനവും ഒക്കെ ചെയ്തത്, അതായത് ഈ ഭൗതിക സുഖങ്ങൾ, ഭൗതികമായിട്ടുള്ള ഭാവങ്ങളുടെ പിന്നാലെ കുറച്ചുകൂടി ഇനി ആധ്യാത്മികമായിട്ടുള്ള ഭാവത്തില്, അതായത് കുറച്ച് തപസ് ചെയ്യാൻ, മറ്റു അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റു ലോകങ്ങളിലൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് സുഖിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതുകൊണ്ട് ശാശ്വതമായിട്ടുള്ള സുഖമൊന്നും അവിടെയും കിട്ടാൻ പോണില്ല. അങ്ങനെ കുറച്ചു കഴിഞ്ഞാല് ഇതൊക്കെ ഈ അനുഭവങ്ങളൊന്നും സത്യമല്ല, ഇതിൽ നിന്നൊന്നും താൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള സുഖം കിട്ടാനായിക്കൊണ്ട് പോണില്ല എന്ന് തോന്നുന്ന സമയത്താണ് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഭവാപവർഗോ ഭ്രമതോ യഥോ ഭവേ ജനസ്യ തത്സമാഗമ സത്സംഗമോ യർഹി തദൈവ സദ്ഗതോ പരാപരേശേതോ ഈ ജായതേ മതി. അതായത് ഈ സംസാരത്തിൽ നിന്ന് നിവർത്തിക്കാനുള്ള അർഹത, കാരണം ഭൗതിക വസ്തുക്കളിൽ കുറച്ചായിട്ടുള്ള വിരക്തി, ആ വിരക്തി വരുമ്പോഴാണ് ഈ സംസാരത്തിൽ നിന്ന് പതുക്കെ നിവർത്തിക്കണം എന്നുള്ള മോഹം, ആ ഭാവം വരുമ്പോ, അല്ലെങ്കിൽ വൈരാഗ്യം ഒരളവ് വരെ നമുക്ക് വരുന്ന സമയത്താണ് സജ്ജന സംസർഗം സാധിക്കുക
അല്ലെ? ഈ സജ്ജനങ്ങളുടെ മുഖത്ത് നിന്ന് ആ സത്സംഗം കൊണ്ട് നിന്തിരി വഴിയിൽ ഭക്തി ഉണ്ടാവും ഭഗവാന്റെ. ആ ഭക്തി കൊണ്ട് മനസ്സ് ആത്മസ്വരൂപനായിട്ടുള്ള അങ്ങയില് അടങ്ങിയാൽ തന്നെയാണ് സുഖം കിട്ടുക. അപ്പൊ രാജകീയ സുഖങ്ങളിൽ വിരക്തി വന്ന് അവയെ ഉപേക്ഷിച്ചാൽ മാത്രമേ സത്സംഗവും ഭക്തി ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഈ ലോക സുഖങ്ങളിൽ വിരക്തി വരണം, അതിനെയൊക്കെ ഉപേക്ഷിക്കണം. അപ്പോഴാണ് നമുക്ക് പതുക്കെ പതുക്കെ ഒരു മഹാത്മാവിനെ കാണാനും ആ മഹാത്മാവിൽ നിന്ന് കാര്യങ്ങളൊക്കെ ശരിക്കും ഗ്രഹിക്കാനും അതിനനുസരിച്ച് ജീവിതത്തിന്റെ ലക്ഷ്യത്തെ പ്രാപിക്കാനും നമുക്ക് കഴിയുള്ളൂ. അപ്പൊ അത് ഭഗവത് അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു സത്സംഗം കിട്ടുള്ളൂ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതിനുള്ള പാകത ജീവന് വരണം. എന്താ, ഇവിടെ ഇരുന്ന് ഈ കഷ്ടപ്പെട്ട് ഈ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ച് ഇനി ഇതൊക്കെ മതിയോ മതി എന്ന നില വരുമ്പോ ഭഗവാൻ നമ്മളെ പതുക്കെ അനുഗ്രഹിക്കും. ഏതെങ്കിലും ഒരു മഹാത്മാവിനെ നമ്മളെ ഈ സത്സംഗം കൊണ്ട് എത്ര ആളുകളാണ് ഇപ്പൊ ഈ ലോകത്തിൽ നമ്മൾ അറിയപ്പെടുന്ന മഹാത്മാക്കളൊക്കെ അവരാ മഹാത്മാക്കളായത് ഈ സത്സംഗത്തിന്റെ പ്രഭാവം കൊണ്ട് മാത്രമാണ്, ഭഗവത് അനുഗ്രഹം കൊണ്ടാ. ഭഗവത് അനുഗ്രഹം കൊണ്ട് സത്സംഗം കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. ഇപ്പോ ബാലകൃഷ്ണമേനോൻ എന്ന ഒരു പത്രപ്രവർത്തകനാണ് നമ്മുടെ ചിന്മയാനന്ദ സ്വാമിജി. അപ്പൊ അദ്ദേഹം ബാലകൃഷ്ണമേനോൻ ചിന്മയാനന്ദ സ്വാമിജി ആയത് തപോവനം സ്വാമികളെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ചെന്നതാ. ഒരു പത്രത്തിന്റെ ആള് എന്ന നിലയ്ക്കാണ് അദ്ദേഹം ചെല്ലുന്നത് എന്നാണ്. അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ടു. അപ്പൊ എന്താ ചോദിച്ചു, ഫോട്ടോ എടുക്കാൻ വന്നതാണ് എന്നാണ്. ഒന്ന് ഇന്റർവ്യൂ ചെയ്യണമെന്ന്, ഫോട്ടോ എടുക്കണം എന്നാണ്. തിരിച്ച് തപോവനം സ്വാമികള് അദ്ദേഹത്തോട് ചോദിക്കുക, താൻ തന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ എന്നാണ്. അത് ചോദിച്ചപ്പോ മനസ്സിലായില്ല എന്നാണ് പറഞ്ഞത്. എന്നാ അത് മനസ്സിലാക്കണം എന്നുണ്ടെന്ന് വെച്ചാൽ അവിടെ നിന്നോളൂ എന്നാണ്. പോയി പെട്ടെന്ന് അങ്ങോട്ട് മാറി എന്നാണ്. മാറി അദ്ദേഹം പിന്നെ ആ തപോവനം സ്വാമിജിയെ ശുശ്രൂഷിച്ച് അവിടെ ഇരുന്ന് അദ്ദേഹം പിന്നീട് ചിന്മയാനന്ദ സ്വാമിജിയായിട്ട് മാറുകയാണ്. അപ്പൊ എപ്പോഴും ഏത് കാര്യങ്ങൾ എടുത്ത് നോക്കിക്കോളൂ, ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന ഈ മഹാത്മാക്കളുടെ ഒക്കെ അനുഭവം അവരെ ശരിക്ക് ആ സത്സംഗത്തിലൂടെ ആ നിലയിലേക്ക് എത്തുകയാണ്. അപ്പൊ അതിനുള്ള പാകത അവർക്ക് വന്നു എന്ന് കഴിഞ്ഞാൽ ഭഗവാൻ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തരും. തീർച്ചയായിട്ടും ആ സാഹചര്യത്തിലൂടെ ആ ജീവന് പരമഗതിയിലേക്കുള്ള അർഹത നേടുകയാണ്. അത് മാത്രമല്ല, എത്ര ആളുകളാണ് അദ്ദേഹത്തിന്റെ ആ പാത പിന്തുടർന്നുകൊണ്ട് ആധ്യാത്മിക ജീവിതം നയിച്ച് ആ ധന്യതയിലേക്ക് കുതിക്കുന്നത്. എത്രയോ ആളുകൾ അല്ലേ, ഒരുപാട് ലോകത്തെ തന്നെ അത് കരകയറ്റാനുള്ള ഭാവം ആ ഒരു പ്രഭാവത്തിനുണ്ട്. അതിന് യാതൊരു സംശയമില്ല. അപ്പൊ അത് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ലഭിക്കുള്ളൂ, അല്ലെങ്കിൽ ലഭിക്കില്ല. ഭഗവാനിൽ പാദഭക്തി വരുമ്പോ വൈരാഗ്യം ദൃഢമായിട്ട് തീരും. ആ വൈരാഗ്യം ഉറക്കുന്ന സമയത്ത് മുക്തിയിൽ ലഭിക്കുന്നതാണ്. അതാണ് ആ സജ്ജന സംസർഗം കൊണ്ടുള്ള ഗുണം. അവരുടെ ആ ഉപദേശങ്ങൾ കേൾക്കുന്തോറും വിഷയസുഖങ്ങളിലുള്ള ആശയൊക്കെ ഇല്ലാണ്ടായി കാര്യകാരണങ്ങളുടെയൊക്കെ നിയന്താവായിട്ടിരിക്കുന്ന ഭഗവാനില് ശരിക്കും ഭക്തി ഉണ്ടാകും. ആ പാദഭക്തി ലഭിക്കുമ്പോഴോ ഭക്തി കൊണ്ട് മുക്തിയും കിട്ടും. മന്യേമമാനുഗ്രഹ ഈശതേകൃതോ രാജ്യാനുബന്ധാപകമോ യദർച്ചയാ പ്രാർത്ഥ്യതേ സാധുവിരേകചിന്തിയ വനം വിവക്ഷണ്ഡഭൂമിവേ. അറിയണം അല്ലയോ ഭഗവാനെ, ഇവിടെ എനിക്ക് അവിടുത്തെ അനുഗ്രഹം ഇപ്പോഴൊന്നും അല്ല, എന്താ മുമ്പേ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നാണ് അല്ലേ. ഇപ്പൊ നമ്മുടെയൊക്കെ ഭാവം അതാണ്. അതായത് നമ്മളെ ഈശ്വരൻ എപ്പോഴെങ്കിലും ഒരു സത്സംഗം കേട്ടു, അല്ലെങ്കിൽ ഒരു സപ്താഹം കേട്ടു, ആ സമയത്ത് എനിക്ക് അതൊക്കെ കുറച്ചൊക്കെ ബുദ്ധിയായി എന്ന് പറഞ്ഞാൽ അപ്പൊ മാത്രമല്ല നമ്മളെ അനുഗ്രഹിക്കുന്നത്, എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക അല്ലെ. ലളിതാ സഹസ്രനാമത്തില് അമ്മയ്ക്ക് പര്യായമുണ്ട്, സദാശിവാനുഗ്രഹത എന്നാണ് അല്ലെ. എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ ആ മുജുകുന്ദനും അതാ പറയണത്, ഭഗവാനെ അവിടുത്തെ അനുഗ്രഹം എനിക്ക് ഇപ്പൊ മാത്രമല്ല ഉണ്ടായത്, ഇതിന് മുമ്പേ ഉണ്ടായിട്ടുണ്ട്. എന്താ അതിന്റെ ലക്ഷണം, അതിന്റെ ഉദാഹരണം എന്താ? ഇവിടെ എന്റെ രാജകീയമായിട്ടുള്ള ബന്ധം അത് അതായത് ഇതിന് മുമ്പുള്ള രാജാക്കന്മാരൊക്കെ, ചില രാജാക്കന്മാരുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ, വിവേകികളായിട്ടുള്ള ഈ ചക്രവർത്തിമാര് വളരെ കാലം രാജ്യപരിപാലനമൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഏകാന്തമൊക്കെ മതിയെന്ന് വിചാരിച്ചിട്ട് ഏകാന്തത്തില് കാട്ടില് തപസ്സിനായിട്ട് പോവുക, ആഗ്രഹിക്കുക. പക്ഷേ കാട്ടിൽ അവര് ഇതെല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ ചെന്നു എങ്കിലും അവർക്ക് ഈ രാജ്യത്തോടുള്ള ബന്ധം, മമത ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഭഗവാനെ അതുകൊണ്ട് അവരുടെ ആ തപസ്സൊക്കെ നിഷ്ഫലമായിട്ട് തീരെ അത് പൂർത്തീകരിക്കില്ല, അവര് ലക്ഷ്യത്തിലെത്തില്ല. പക്ഷെ ഭഗവാൻ ഇപ്പൊ എന്നെ അങ്ങനെയല്ല, എന്നെ ശരിക്കും അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്താ, എന്റെ ബന്ധങ്ങളൊക്കെ ഞാൻ അറിയാണ്ട് തന്നെ പണ്ടേ അങ്ങ് അനായാസമായിട്ട് അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു അല്ലേ. എന്താ അതിന്റെ താല്പര്യം? ആ മുജുകുന്ദൻ ദേവലോകത്തേക്ക് പോയി അവിടെ 3 യുഗക്കാലം
ദേവന്മാരെ സംരക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന സമയത്ത് ഭൂമിയില് കാലം വല്ലാണ്ട് കഴിഞ്ഞു. ആ കാലപ്രവാഹത്തിൽപ്പെട്ട് രാജ്യം, ഭാര്യ, മക്കള്, അതുപോലെ തന്നെ ബന്ധുക്കള് ഇവരൊക്കെ ശരിക്കും ഇല്ലാണ്ടാകുകയാണ്. കാരണം ഇദ്ദേഹം സ്വർഗലോകത്തേക്ക് പോകുമ്പോൾ ഇവരെയൊന്നും ഉപേക്ഷിച്ചിട്ടില്ല. ഇവരുടെയൊക്കെ ഭാവം മനസ്സിലുണ്ട്. പക്ഷെ കുറച്ചു കാലം ദേവലോകത്തിൽ കഴിയേണ്ടി വന്നത് കൊണ്ട് എൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചുപോയി. അപ്പൊ ഞാൻ അറിയാണ്ട് തന്നെ ഭഗവാൻ എൻ്റെ ബന്ധനമൊക്കെ മുറിച്ചു കളഞ്ഞു തന്നിരിക്കുകയാണ്. അത് അവിടുത്തെ അപാര കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഭഗവാനെ അതിന് സാധിച്ചത് എന്ന് പറയുകയാണ്. അപ്പോ ആ ഭഗവാന്റെ ആ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ദേവലോകത്ത് പോകാനും അവിടെ ആ സൈന്യാധിപതിയായിട്ട് ഇരിക്കാനും അതിൻ്റെ ഇടയിൽ ഭൂമിയിൽ ആ കാലപ്രവാഹത്തിൽപ്പെട്ട് തൻ്റെ ബന്ധങ്ങളൊക്കെ അറ്റുപോകാനും കാരണം ഭഗവത് അനുഗ്രഹം മാത്രമാണ്. കാമയന്യം തവ പാദസേവനാദകിഞ്ചന പ്രാർത്ഥിത മാധുരം വിഭോ ആരാധ്യകസ്താം വർഗതം ഹരേ പ്രണീത ആജ്യോ പരമാത്മബന്ധനം. ഭഗവാനെ അവിടുത്തെ ആ പാതാരബിന്ദങ്ങളിലുള്ള പ്രത്യേകത എന്താ? ശരിക്ക് ആ പരമജ്ഞാനികളായിട്ടുള്ള മഹാത്മാക്കള് അവിടുത്തെ പാദഭക്തി അല്ലാണ്ട് മറ്റൊരു വരവും ആഗ്രഹിക്കുന്നില്ല. കാരണം ആ ഭഗവത് പാദഭക്തി അതിനേക്കാൾ ഉത്കൃഷ്ടമായിട്ട് വേറൊന്നില്ല. ഭഗവത് ഭക്തി കൊണ്ടേ ആ ജീവന് പരമഗതിയെ പ്രാപിക്കാനായി കൊണ്ട് കഴിയുള്ളൂ. അപ്പൊ ആ ഭക്തി, ആ ഭഗവാൻ ശരിക്കും ആ ഭക്തി കൊണ്ട് സർവസംഘ പരിത്യാഗികള് ആഗ്രഹിക്കുന്നത് പോലും അവിടുത്തെ പാദസേവയാണ് അല്ലെ. ആ സർവസംഘ പരിത്യാഗികൾ ആഗ്രഹിക്കുന്നത് അവിടുത്തെ പാദസേവനം മാത്ര. ഭഗവാനെ ആശ്രയിക്കുക അല്ലെ. അപ്പൊ എല്ലാം ഉപേക്ഷിക്കാൻ പറ്റും. എല്ലാം ഉപേക്ഷിച്ചാലേ ഭഗവാനെ ആശ്രയിക്കാൻ പറ്റുള്ളൂ. എന്നാലോചിച്ച് നോക്കൂ, എത്ര വലിയ വലിയ ഉദ്യോഗങ്ങളിലൊക്കെ ഇരുന്ന കൂട്ടര് നല്ല പൊസിഷനിലായിരിക്കും. പക്ഷെ ഇങ്ങനെ സത്സംഗത്തിൽ പങ്കെടുത്ത് അവിടെയുള്ള കാര്യങ്ങൾ കേട്ട് പിന്നെ ആ പദവികളെ ഒക്കെ ശരിക്ക് പുല്ലുപോലെ ഉപേക്ഷിച്ചിട്ട് പിന്നെ ആ സർവസംഘ പരിത്യാഗികളുടെ മാർഗത്തിലൂടെ ഭഗവാന്റെ തിരുനാമവും ജപിച്ച് പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പൊ അങ്ങനെ എല്ലാം വെടിഞ്ഞ സർവസംഘ പരിത്യാഗികളായിട്ടുള്ള ജ്ഞാനികൾ ആഗ്രഹിക്കുന്നത് അവിടുത്തെ പാദസേവനം മാത്രമാണ്. ഞാനും ഇപ്പോ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഭഗവാനെ. എന്തിനാപ്പോ? അതായത് ചക്രവർത്തി പദവി എന്തിനാ? ദേവലോകത്തിലെ പദവി എന്തിനാ? ഭഗവാൻ ആരാണ്? മോക്ഷദാതാവാണ് അല്ലേ. ആ മോക്ഷം കൊടുക്കുന്ന ആളാ. ആ ഭഗവാൻ ആ ഭഗവാനോട് പറയാണ്, ഭഗവാനെ ആ മോക്ഷസ്വരൂപനായിട്ടുള്ള അങ്ങയുടെ മുമ്പില് ഈ വിവരമുള്ള ആളുകൾ ആരെങ്കിലും അങ്ങയെ ഉപേക്ഷിച്ചിട്ട് ബന്ധനത്തിന് കാരണങ്ങളായിട്ടുള്ള ഈ പ്രപഞ്ച വസ്തുക്കളെ ആഗ്രഹിക്കൂ എന്ന് ചോദിക്കുകയാണ്. ഈ പ്രപഞ്ച വസ്തുക്കളൊക്കെ നമ്മളെ ജീവനെ ഈ സംസാരത്തിൽ ബന്ധിപ്പിക്കുന്നതാണ്. ഭഗവാൻ ആരാ? എല്ലാ ബന്ധങ്ങളെയും തീർത്തു തരുന്ന ആ മോക്ഷസ്വരൂപനാണ്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ മുമ്പിൽ കിട്ടിയാല് ആ ഭഗവാനോട് മോക്ഷം അല്ലെങ്കിൽ ആ ഭഗവാന്റെ പാദസേവ ഇതല്ലാണ്ട് ഭോഗങ്ങളാരും വിവരമുള്ള ആളുകള് ചോദിക്കുക പതിവില്ല എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ആ ഭഗവാന് എന്റെ നമസ്കാരം എന്ന് പറയുകയാണ്. ഞാൻ ഇപ്പൊ എല്ലാം ഉപേക്ഷിക്കുക അല്ലേ. ആ തസ്മാ വിശുദ്ധ്യാശിഷ ഈശതൽ സർവതോ രജസ്തമസ്തത്വ ഗുണാനുബന്ധന നിരഞ്ജനം നിർഗുണം അദ്വയം പരം ത്വാം ഞപ്പുതി മാത്രം പുരുഷം പ്രജാമ്യഹം. അല്ലേ, ഇവിടെ ഈ ഭഗവാൻ എന്തെങ്കിലും വരം വേണമെന്നാ ചോദിച്ചത് അല്ലേ. ഈ വരങ്ങളുടെ ഒക്കെ കുഴപ്പം എന്താ? ഈ വരങ്ങള് ഈ എപ്പോഴും ഈ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടതാ. ഈ ലോകസുഖങ്ങളാണ് ഒരു വരങ്ങളായിട്ട് ഇരിക്കുന്നത് അല്ലേ. അതൊക്കെ ഈ 3 ഗുണങ്ങളോട്, സത്വം, രജസ്, തമസ്, ഈ ഗുണങ്ങളോട് ബന്ധപ്പെട്ടവയാണ് ഈ ലോകത്തിലെ വരങ്ങളൊക്കെ അല്ലെങ്കിൽ ഭൗതിക ജീവിതമൊക്കെ. ഞാൻ അവയൊക്കെ സ്വരൂപനും പരമദൂഷണമായിട്ടുള്ള ഇന്ദിരവടിയെ ഞാനിതാ ശബ്ദം പ്രാപിക്കുകയാണ് ഭഗവാനെ എന്നും പറഞ്ഞ് നമസ്കരിക്കുകയാണ്. പിന്നെ പറഞ്ഞു ചിരമിക വൃജിനാർത്ഥ തപ്യമാനോ അനുതാപൈ ഷടമിത്രോ ചിരമിക വൃജിന അർത്ഥതപ്യമാനോനതാപൈരവീതൃഷടമിത്രോ അലബ്ധശാന്തി കഥഞ്ചിൽ ശരണത സമുപേതത്വൽപദാബ്ജംബരാത്മൻ അമൃതഋഷ അഭയഋതമശോകം പാഹിമാമന്നമീശ. ഭഗവാനെ ഒരുപാട് കാലമായി എന്താ ഈ 3 എല്ലാവർക്കും ശരണം പ്രാപിക്കാൻ യോഗ്യനായിട്ടുള്ള ആളാണ് അവിടുന്ന്. പരമാത്മാവാണ്. ഈ സംസാരത്തില് ഒരുപാട് കാലമായിട്ട് ആധ്യാത്മികം, ആദിഭൗതികം, ആദി ദൈവികം. ഇപ്പോ തന്നിൽ നിന്നുണ്ടാവുന്നത് ആധ്യാത്മികം, അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് വന്നു ചേരുന്നത് ആദി ഭൗതികം, അതുപോലെ പ്രകൃതി ശക്തികളിൽ നിന്ന് വന്നു ചേരുന്നത് ആദി ദൈവികം. ഇങ്ങനെ 3 വിധ താപങ്ങളാൽ വളരെ കാലമായി കഷ്ടപ്പെടുന്നവനും ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത 6 ശത്രുക്കള്. അതായത് ഈ 6 ശത്രുക്കള് അത് ആ പൃഥുചരിത്രത്തിലും പറയുന്നുണ്ട്. ആ സനകാദികള് പൃഥുമഹാരാജാവിന് ഉപദേശം കൊടുക്കുമ്പോ പറയുന്നുണ്ട്, ആ പൃഥുമഹാരാജാവേ ഈ സംസാരം ഉണ്ടല്ലോ, ആ
6 കൂറ്റൻ മുതലകൾ നിറഞ്ഞതാണെന്നാണ്. അപ്പൊ ഈ സംസാരം കടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സുരക്ഷിതമായിട്ടൊരു തോണികള് ജീവനെ സംസാരത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന 6 കൂറ്റൻ മുതലകളാണ് പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും. അതായത് കഴിയാത്ത പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും. ഇതാണ് അതിനെ എത്ര തൃപ്തിപ്പെടും. അതുകൊണ്ടാണ് കപിലോപദേശത്തില് ഈ ഇന്ദ്രിയങ്ങളെ വിശേഷിപ്പിക്കുന്നത് അസത്തുക്കൾ എന്നാണ്. അസതീന്ദ്രിയ ദർശനാൽ എന്നാണ്. അപ്പോ ഈ അസത്തുക്കൾ എന്ത് കൊടുത്താലും തൃപ്തി ഉണ്ടാവില്ല എന്നാണ്. നിർവിണ്ണാം നിതരാം ഭൂമൻ അസത് ഇന്ദ്രിയ ദർശനാൽ ഏന സംഭാവ്യമാനേന പ്രപന്നാന്തം തമപ്രഭോ എന്നാണ് ദേവഭൂതി ഭഗവാനോട് പറയുന്നത് എന്നാണ്. ഈ ഒരിക്കലും എന്തു കൊടുത്താലും തൃപ്തിപ്പെട്ടു എന്ന് പറയില്ല. അപ്പൊ ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ കഴിയാത്തതാണ് ഈ 5 ഇന്ദ്രിയങ്ങള്, പിന്നെ മനസ്സും. അപ്പൊ പഞ്ചേന്ദ്രിയങ്ങൾ ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത പഞ്ചേന്ദ്രിയങ്ങളും മനസ്സുമാകുന്ന 6 ശത്രുക്കളോട് കൂടിയവനും മനസ്സിന് ലേശം പോലും ശാന്തി അനുഭവിക്കാത്തവനുമായ ഞാൻ. അതായത് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും അടിമപ്പെട്ട് കഴിയുന്നത്രത്തോളം കാലം നമുക്ക് അശാന്തസ്യ കുതസുഖം എന്ന് പറയുന്നില്ലേ. അപ്പൊ ഒരിക്കലും ശാന്തി ഉണ്ടാവില്ല. കാരണം അതിന്റെ വിഷയങ്ങളിൽ ഇങ്ങനെ ഭ്രമിച്ച് ആ മനസ്സിന് അസമാധാനവും അശാന്തി ഇങ്ങനെ കൂടിക്കൊണ്ടാണ് നടക്കുക. അപ്പൊ മനസ്സിന് ലേശം പോലും ശാന്തി അനുഭവിക്കപ്പെടാത്തവരുമായിട്ട് ഞാന് ഇപ്പൊ എങ്ങനെയോ ഭഗവാനെ അവിടുത്തെ കാരുണ്യം കൊണ്ട് ഭാഗ്യാതിരേഖത്താലേ ആ അഭയത്തെ നൽകുന്നവനും സത്യസ്വരൂപനും ദുഃഖരഹിതനുമായ ആ നിന്തിരുവടിയുടെ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ചിരിക്കുകയാണ് ഭഗവാനെ. ഈ സംസാരമാകുന്ന ആപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേന്നും പറഞ്ഞ് ഭഗവാന്റെ പാദത്തില് വീണ് നമസ്കരിക്കുകയാണ്. ആ മുജുകുന്ദന്റെ ആ സ്തുതി. ഇവിടെ ആ സ്തുതിയൊക്കെ കേട്ടപ്പോ ഭഗവാനും വളരെ സന്തോഷമായി. എന്താ പറഞ്ഞത്? സാർവഭൗമ മഹാരാജ മതിസ്തേ വിമലോബ്ജിത വരേ വിലോപിതസ്യാപി ന കാമേ വിഹദാ. അപ്പോ ഈ 5 ഇന്ദ്രിയങ്ങളും മനസ്സും അതിന് അടിമപ്പെട്ട് നമ്മൾ ജീവിക്കുന്ന അത്രത്തോളം കാലം നമുക്ക് ശരിക്ക് സുഖമോ സമാധാനമോ ശാന്തിയോ കിട്ടില്ല. അപ്പൊ ഇന്ദ്രിയ അതിപ്പോ വേറെ എവിടെയും നിങ്ങൾ അന്വേഷിച്ച് പോകണ്ട, അത് കിട്ടില്ല എന്നുള്ള ആ ദൃഷ്ടാന്തത്തിന്. അതായത് നമ്മളെ ഇന്ദ്രിയ മനസ്സുകളിൽ നിന്നൊക്കെ വിട്ടിട്ട് എല്ലാം വിട്ട് ഉറങ്ങണ സമയത്ത് നമുക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. കാരണം നമ്മളിതൊക്കെ വിട്ടിട്ട് അതായത് ഇന്ദ്രിയ വ്യാപാരങ്ങളൊന്നും ഇല്ല, മനസ്സും അപ്പൊ പ്രവർത്തിക്കുന്നില്ല. ആ സമയത്ത് നമുക്ക് സുഖം കിട്ടുന്നുണ്ട്. അപ്പൊ എപ്പോഴും ഇതിന്റെ പിന്നാലെ ഓടിയ നമുക്ക് തീർച്ചയായിട്ടും ആ സുഖ എല്ലാ കർമ്മങ്ങളെയും വിട്ട് ആ ഇന്ദ്രിയ മനോബുദ്ധികൾ അടങ്ങിയ സമയത്ത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് സുഖം. അതാണ് ഉറക്കത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. നേരത്തെയും പറഞ്ഞതാണ്. അപ്പൊ ഈ കർമ്മങ്ങളിൽ നിന്നൊക്കെ വിട്ട് ഇന്ദ്രിയ മനസ്സിനെ നമ്മൾ അടക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖം കിട്ടും. അപ്പൊ അത് മനസ്സിലാക്കാതെ പിന്നെ ഇന്ദ്രിയങ്ങളോ അതായത് വീണ്ടും ആ ഉറക്കത്തിൽ നമ്മൾ അത് അനുഭവിച്ചിട്ടുമുണ്ട്. അനുഭവിച്ചാൽ വീണ്ടും പിറ്റേന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉറക്കത്ത് ഉണർന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കർമ്മത്തിന്റെ പിന്നാലെ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ വിഷയങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ അനുഭവിച്ചാലും പഠിക്കില്ല, അനുഭവം കൊണ്ടേ പഠിക്കുള്ളൂ എന്നൊക്കെ ചിലര് പറയും. പക്ഷെ ഇവിടെ അനുഭവം വന്നാലും നമ്മളത് പഠിക്കില്ല എന്നാണ്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ അനുഭവം തന്നെ എടുത്തു നോക്കിയതാണ് സത്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ ഈ ഭഗവാൻ തന്ന ഈ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇതിന്റെയൊക്കെ പിന്നാലെ ഓടുമ്പോൾ ആ ദുഃഖം കൂടിക്കൊണ്ടേ വരുള്ളൂ. അത് ജീവിതം കൊണ്ട് പഠിച്ചിട്ടുണ്ട്. എന്നാലെങ്കിലും പിറ്റേന്ന് അതിന്റെ പിന്നാലെ ഓടാണ്ടിരിക്കണം നമ്മള്. പക്ഷെ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുക. എപ്പോഴും ഈ ഇന്ദ്രിയങ്ങൾക്കും ആ മനസ്സിനും വശപ്പെട്ടുകൊണ്ട് കഴിയുന്ന ആളുടെ സ്വഭാവം അതാണ്. ഇനി അതിനെ അതിന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പൊ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോ നമുക്ക് അതായത് ഭക്ഷണം കഴിക്കണം തോന്നുമ്പോഴല്ല നമ്മൾ കഴിക്കുന്നത്. പിന്നെയോ ആ വിശപ്പ് വരുമ്പോ ശരീരത്തിന് വേണം തോന്നുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്നു. നമ്മുടെ ഇഷ്ടത്തിനല്ല, ശരീരത്തിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിരിക്കുക. എല്ലാം ശരീരത്തിന്റെ ഇഷ്ടത്തിനാണ്. അതിന് പകരം നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ശരീരം നമ്മൾ വഴങ്ങി വരണം. നമ്മൾ നിയന്ത്രിക്കപ്പെടണം അവിടെ എന്നാണ്. അങ്ങനെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരണം എന്നാണ്. അപ്പോഴേ നമ്മള് ശരി ലക്ഷ്യത്തിലെത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും? ഈ വെകിളി പിടിച്ച കുതിരകളെ പോലെയാണ് ഇന്ദ്രിയങ്ങൾ എന്ന് പറയുക. അത് സപ്തമസ്കന്ധത്തിൽ പറയുന്നത് അതിനൊരു ഉദാഹരണമാണ്. നോജയിൽ പ്രമത്ത അതിന്റെ ശ്ലോകം എനിക്ക് നന്നായിട്ട് തോന്നുന്നില്ല. അസതിന്ദ്രിയ വാജിസൂത എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആ സപ്തമസ്കന്ധത്തിന്റെ ഒടുവിൽ ഈ ഒരു ഭാവത്തെ പറയുന്നുണ്ട്. ആഹുശരീരം രഥമിന്ദ്രിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്
അപ്പൊ ഇവിടെ ശരിക്ക് ഈ വെകിളി പിടിച്ച കുതിരകള് കൂട്ടിയ തേരി കയറിയാൽ ആ തേരിലിരിക്കുന്ന യാത്രക്കാരന് ശരിക്കും ലക്ഷ്യസ്ഥാനത്ത് എത്തുമോ? എത്താൻ പറ്റില്ല. എന്താ കാരണം? അതുകൾ തോന്നിയ വഴിയിലൂടെ ആ കുതിരകൾ കൊണ്ടുപോയിട്ട് നമ്മളെ ചിലപ്പോ അഗാധ ഗർത്തത്തിൽ കൊണ്ട് തള്ളും. ഇതുപോലെയാണ് ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിനും അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഓരോരുത്തരുടെയും ഗതി. നമ്മുടെയൊക്കെ സ്ഥിതി അതാണ്. അതിന്റെ പിന്നാലെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പകരം അതിനെ നമ്മുടെ നിയന്ത്രണത്തിലാക്കി കൊണ്ടുവരണം. അതാണ് ശരിക്ക് ആ യോഗ ഭാവത്തിൽ വരുമ്പോൾ. അവിടെ ഭഗവാൻ പറഞ്ഞു, സാർവഭൗമ മഹാരാജ മതിസ്ഥേ വിമലോദ്ധിത വരേ പ്രലോഭിതസ്യാഭിന്ന കാമേ വിഹതായത. അതാണ് സാർവഭൗമ എന്നാ വിളിക്കുന്നത്. അല്ലയോ രാജാവേ, അങ്ങയുടെ ബുദ്ധി ഇപ്പോ കളങ്കലേശം പോലും ഇല്ലാത്തതാണെന്നാണ്. സാർവഭൗമനായിട്ടുള്ള രാജാവേ, അങ്ങയുടെ ബുദ്ധി ശുദ്ധമാണ്. കാരണം ബുദ്ധി എപ്പോഴാ ശുദ്ധമാകുന്നത്? ഇപ്പോ ഭീഷ്മര് ഭഗവാനെ സ്തുതിക്കുന്ന രംഗമുണ്ട് പ്രഥമസ്കന്ധത്തില്, ഭീഷ്മസ്തുതി. അതില് പറയുന്നുണ്ട്, ഇതിമതിരുപകൽപിത വിതൃഷ്ണ ഭഗവതി സാത്വത പുങ്കവേ വിഭൂമ്നെ സ്വസുഖമുപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിമുപേക്ഷിയൻ ഭവപ്രവാഹ. തൃഷ്ണാരഹിതമായിട്ടുള്ള എന്റെ ബുദ്ധിയെ ഞാനിതാ പ്രകൃതിക്ക് അതീതനായിട്ട് വിളങ്ങുന്ന ആ ഭഗവാനില് ഉറപ്പിക്കുക, ബുദ്ധിക്ക് സാക്ഷിയായിട്ട് വിളങ്ങുന്ന ഭഗവാനിൽ ഉറപ്പിക്കുന്നു എന്നാണ്. അപ്പൊ ഏത് ബുദ്ധിയാണ് ഭഗവാനിൽ ഉറക്കുക? ഒരുവിധ ആഗ്രഹങ്ങളും ഇല്ലാത്ത ശുദ്ധ ബുദ്ധി. നമ്മുടെ ബുദ്ധിയിലൊക്കെ ഒരുപാട് അശുദ്ധിയുടെ കളങ്കങ്ങളുണ്ട്. എന്ത്? ഈ വിഷയഭാവന, വിഷയബന്ധം, അതിനെയൊക്കെ വിടണം എന്നാണ്. അപ്പൊ അങ്ങക്കിപ്പോ ഈ ലോകത്തിലെ ഒരു വിഷയങ്ങളിലും താല്പര്യമില്ല. അതുകൊണ്ടോ ശരിക്കിപ്പോ അങ്ങയുടെ ബുദ്ധി ശുദ്ധവും ഊർജിതവുമാണ് എന്നാണ്. ആ ബുദ്ധി ശുദ്ധമാവുന്നത് നോക്കൂ, നമ്മള് ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കുകയെന്ന് വിചാരിക്കുക. മറ്റുള്ളതിനെയൊക്കെ വിടുമ്പോഴേ നമുക്ക് ആ ചിന്ത വരുള്ളൂ. എന്നിട്ട് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനും പറ്റുള്ളൂ. ഒരു പ്രശ്നം വരുമ്പോ എന്താ കാരണം? നമ്മൾ മറ്റുള്ളതിനെയൊക്കെ വിട്ടിട്ട് ഈ കാര്യത്തെ കുറിച്ച് തന്നെ ഏകാഗ്രമായിട്ട് നമ്മൾ ചിന്തിച്ചു. അപ്പോഴാണ് അതിനൊരു സൊല്യൂഷൻ കാണാൻ പറ്റിയത്. ഇതുപോലെ ബുദ്ധിയിൽ നിന്ന് മറ്റു ചിന്തകളൊക്കെ വിടുമ്പോ, എല്ലാ ചിന്തകളും വിട്ടുകഴിഞ്ഞാൽ ബുദ്ധി വരം തരാമെന്ന് ഞാൻ പ്രലോഭിപ്പിച്ചില്ല അങ്ങയെ. എന്ത് വരം വാണിച്ചാലും ചോദിച്ചോളൂ, തരാമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ടും അങ്ങ് ഒന്നിനെയും ആഗ്രഹിക്കുന്നില്ലല്ലോ. അങ്ങയെപ്പോലുള്ള ഏകാന്ത ഭക്തന്മാരുടെ ബുദ്ധി ഒരിക്കലും വിഷയാസക്തമാവില്ല. അത് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങയ്ക്ക് വരം തരാമെന്ന് പറഞ്ഞ് അങ്ങയെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചത്. അറിയാണ്ടല്ല, ഇത് ലോകത്തിന് മാതൃകയായി തീരാൻ വേണ്ടിയിട്ട്. അത്രയൊക്കെ അനുഭവങ്ങൾ. കാരണം അദ്ദേഹം അനുഭവങ്ങളെ കൊണ്ടൊക്കെ പഠിച്ചു. ഭൂമിയിലെ രാജാവായി, ചക്രവർത്തിയായി, ദേവലോകത്തെത്തി. ദേവലോകത്ത് ദേവനല്ല, സൈന്യങ്ങളെ തന്നെ നിയന്ത്രിച്ചു എന്നാണ്. ദേവലോകത്തെ സംരക്ഷിക്കുന്ന ആളായിട്ട് മാറി. അതൊക്കെ നിസ്സാരമാണ് അല്ലേ? നമ്മുടെ കൺസെപ്റ്റില് ഈ സ്വർഗം പോലും നിസ്സാര. എന്താ കാരണം? ക്ഷീണേ പുണ്യേ മർത്തിലോകം വിശന്തി. അങ്ങനെ ഭക്തി, അതായത് ഏകാന്ത ഭക്തി വന്നു കഴിഞ്ഞാല് ശരിക്ക് ഈ പറഞ്ഞതുപോലെ മറ്റുള്ള എല്ലാ ഭാവത്തെയും ഉപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഏകാന്ത ഭക്തന്മാരുടെ ബുദ്ധി ഒരിക്കലും വിഷയാസക്തി കൊണ്ട് ദുഷിക്കില്ല. അത് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരം തരാമെന്ന് പറഞ്ഞത്. ആ പറഞ്ഞ് അങ്ങേ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചത്. ഈ ഭക്തി ഇല്ലാത്ത ആളുകളുടെ അവസ്ഥ എന്താ? ശരിക്കും അവര് പ്രാണായാമം മുതലായിട്ടുള്ള അനുഷ്ഠാനങ്ങളെ കൊണ്ട് എത്രയൊക്കെ ശ്രമിച്ചാലും കർമ്മവാസനകൾ നശിക്കാത്തത് കൊണ്ട് അവരുടെ മനസ്സടങ്ങില്ല. ഈ ഭക്തി കൊണ്ടേ കർമ്മവാസനകൾ നശിക്കുള്ളൂ. നമ്മൾ മറ്റനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നതോറും ഇവിടെ ഈ കർമ്മവാസനകൾ അവിടെ കിടക്കുന്നുണ്ട്. ഭക്തി ഇല്ല. അപ്പൊ ഭക്തിയോടുകൂടി വേണം നമ്മൾ പ്രാണായാമം അണച്ചാലും യോഗ അണച്ചാലും അതുപോലത്തെ മറ്റനുഷ്ഠാനങ്ങൾ ചെയ്യാണെച്ചാലും അതിന്റെയൊക്കെ അടിസ്ഥാന ഭക്തി ആയിരിക്കണം. ഭക്തി കൊണ്ടേ കർമ്മവാസനകൾ നശിക്കുള്ളൂ. അപ്പോ ആ കർമ്മവാസനകൾ നശിക്കാത്തവരുടെ മനസ്സടങ്ങില്ല. മനസ്സാത്മാവായിട്ടുള്ള എന്നിൽ ഉറപ്പിച്ചുകൊണ്ട് അങ്ങ് ഇഷ്ടം പോലെ ഈ ലോകത്തിൽ ചുറ്റി സഞ്ചരിച്ചോളൂ എന്നാണ് ഭഗവാൻ മുജുകുന്ദനോട് പറയുന്നത്. അങ്ങക്ക് എന്നില് അചഞ്ചലമായിട്ടുള്ള ഭക്തി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. എന്നിട്ടോ ഇനി ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ മോക്ഷം കൊടുക്കണം, പക്ഷെ അതിനായിട്ടില്ല എന്നാണ്. കുറച്ചും കൂടെ അങ്ങക്ക് അടുത്തൊരു ജന്മം കൂടെ എടുക്കണം എന്നാണ്. എന്താ കാരണം? ക്ഷാത്രധർമ്മസ്ഥിതോ ജന്തു നവതീർ മൃഗയാദിഭി സമാഹിത തത്വസ ജഖ്യകം അതുഭാഷത. ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് അങ്ങ് രാജ്യം പരിപാലിക്കുന്ന സമയത്ത് നായാട്ടൊക്കെ നടത്തിയിട്ട് ഒരുപാട് മൃഗങ്ങളെയൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ ആ പാപത്തിന് പരിഹാരമായിട്ട് കുറച്ചു കാലം തപസ് ചെയ്ത് ആ പാപമൊക്കെ നശിപ്പിക്കുകയാണ്. എന്നിട്ടോ ജന്മന്യ അന്തരേ രാജൻ സർവഭൂത സുഹൃത്തമ ഭൂത്വ ദ്വിജവനസ്ത്വംബൈ മാ ഉപേക്ഷ്യസി കേവലം.
അതിനുശേഷം അടുത്ത ജന്മത്തില് സർവഭൂതങ്ങളുടെയും ആ അതായത് ആ സുഹൃത്തായിട്ടിരിക്കുന്ന സർവഭൂത സുഹൃത്തായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായിട്ട് അങ്ങ് ജനിക്കുന്നതാണ്. ആ ജന്മത്തില് അങ്ങക്ക് ഈ അതായത് എന്നെ പ്രാപിച്ച് മുക്തനായിട്ട് തീരാനായിക്കൊണ്ട് കഴിയുന്നതാണ്. അപ്പൊ അടുത്ത ജന്മത്തിൽ അങ്ങ് എല്ലാ ജീവജാലങ്ങളെയും സമഭാവനയോട് കൂടിയിട്ട് സ്നേഹിക്കുന്ന ഒരു ഉത്തമ ബ്രാഹ്മണനാണ്. അപ്പൊ എന്താ ബ്രാഹ്മണന്റെ ലക്ഷണം? സർവഭൂത സുഹൃത്ത്, എല്ലാ ഭൂതങ്ങളെയും ആത്മഭാവത്തിൽ ഒരേ ഭാവത്തിൽ ഭേദഭാവന. അപ്പൊ ഈ ഒരു നില മനസ്സിൽ വരുമ്പോ നമ്മളൊക്കെ ബ്രാഹ്മണരായി. ആ ഒരു മനസ്സിന് ആ മാനസിക നിലയിൽ എത്തുന്ന സമയത്ത് ആ ജീവൻ മുക്തനോ. അതുകൊണ്ടാണ് ബ്രാഹ്മണർക്ക് മുക്തിയുള്ളൂ എന്ന് ശാസ്ത്രം പറയും. എന്താ അത്? ഇവിടെ ഏതാ പറഞ്ഞ അങ്ങേക്ക് നല്ലൊരു ബ്രാഹ്മണ ജന്മം കിട്ടും, ആ ജന്മം കൊണ്ട് അങ്ങേക്ക് മുക്തി. ബ്രാഹ്മണ ജന്മം എന്ന് വെച്ചാൽ മനസ്സ് എല്ലാ ഭൂതങ്ങളെയും സർവഭൂത ഹിതേരഥനായിട്ട് മാറുക എന്നാണ്. അതോടുകൂടി ആ ജീവന് മുക്തി കിട്ടും എന്ന് പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിച്ച് അദ്ദേഹത്തെ ബദരി ആശ്രമത്തിലേക്ക് യാത്രയാക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെയാണ് ഈ 51-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. ഇനി 52-ാമത്തെ അധ്യായമാണ്. അതില് രാമകൃഷ്ണന്മാര് ഈ യവനനെയൊക്കെ നശിപ്പിച്ചിട്ട് അവിടെ ധനവും കൊണ്ട് ദ്വാരകയിലേക്ക് പോണതും പിന്നെ ആ രുക്മിണി സന്ദേശം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി രുക്മിണി സ്വയംവരത്തിലേക്കാണ് കിടക്കുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ അനുസ്മരിക്കാം. അതായാലും ആരംഭിക്കാൻ കുറച്ച് വൈകി, എന്നാലും നമുക്ക് ഇന്നത്തെ സത്സംഗം ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ സമർപ്പിക്കാം. ഇന്ന് ഈ യജ്ഞ സമർപ്പണം നടത്തി ഭഗവാന്റെ അനുഗ്രഹം നേടി ധന്യധന്യരായിട്ടുള്ള മഹാത്മാവാണ് മഞ്ജുനാഥ്. ധരണിയാണ് അവരുടെ നക്ഷത്രം. അവരാണ് ഇന്ന് യജ്ഞ സമർപ്പണം നടത്തിയിരിക്കുന്നത്. അവര് പൂർവ്വജന്മത്തിൽ ചെയ്ത സുഹൃതം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സൽക്കർമ്മം അവർക്ക് ചെയ്യാൻ കഴിഞ്ഞത്. അത് ഭഗവത് അനുഗ്രഹം കൊണ്ടാണ്. അവർ ഈ തരത്തില് ഈ സമർപ്പണം നടത്തി ധന്യരായി ഭഗവാന്റെ അനുഗ്രഹം നേടി. മാത്രമല്ല ഇത് കേൾക്കുന്ന ഭക്തന്മാരുടെ ഒക്കെയും ആ അനുഗ്രഹം അവർക്കുണ്ടാവും, യാതൊരു സംശയമില്ല. അപ്പൊ ഈ സത്സംഗം കേൾക്കുന്ന ഓരോരുത്തരും ഈ സമർപ്പണം നടത്തിയിട്ടുള്ള ആ മഞ്ജുനാഥ് അവർക്ക് അവരുടെ കുടുംബത്തിനും ഭഗവത് അനുഗ്രഹം വീണ്ടും വീണ്ടും ഉണ്ടാവട്ടെ. മാത്രമല്ല ഇനിയുള്ള സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താനുള്ള കഴിവും അതുപോലെ തന്നെ സന്മനസ്സും ഈശ്വരൻ കൊടുക്കട്ടെ. ശ്രീ ഗുരുവായൂരപ്പൻ ഏതൊരാഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണോ അവർ ഈ സമർപ്പണം ചെയ്തത് അവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് എല്ലാവരും മനസ്സിൽ ഭഗവാനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. അവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സത്സംഗത്തെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കണം. കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.